നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 36-ാമത്തെ ക്ലാസ്സിലേക്ക് 2025 നവംബർ മാസം 19-ാം തീയതി എല്ലാവരെയും ക്രിസ്തു യേശുവിൻ്റെ വന്യനാമത്തിൽ വന്ദനം ചൊല്ലുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ 35 ക്ലാസ്സുകളിലായി നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് മേലാൽ സംഭവിക്കാനുള്ളതിലെ അതിശ്രേഷ്ഠമായിരിക്കുന്ന സംഭവമായിരിക്കുന്ന കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷതയും ദൈവസഭയുടെ എടുക്കപ്പെടലും എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണ് നാം ചിന്തിക്കുന്നതിൽ 12-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലാണ് അത് മർമ്മമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് നാം കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് അതേക്കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് രാത്രിയിൽ നാം അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഓരോ സബ്ജക്റ്റുകളാണ്. നമുക്ക് പിന്നെ സമയം ഒരുപാട് വേണ്ടി വരും. ഇപ്പോൾ പുനരുത്ഥാനങ്ങളെക്കുറിച്ചും മരണാനന്തരങ്ങളെക്കുറിച്ചും ഒക്കെ എടുക്കണമെങ്കിൽ അത് വിശദമായി പഠിപ്പിക്കേണ്ട വിഷയങ്ങളാണ്. അപ്പോൾ അതിലാണ് നമുക്ക് ഈ സമയത്ത് എടുക്കാൻ പറ്റത്തില്ല. എങ്കിലും വെളിപ്പാട് ദിവസം പഠിക്കുന്ന ഒരാൾ ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കണം എന്നാണ് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇബ്രാഹിം ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ആദ്യവചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കുക, ദൈവം അനുവദിക്കുക, നാം അത് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പഠിച്ച് ഏകദേശം അറിവുള്ളവരായിരിക്കണം വെളിപ്പാട് ദിവസം പഠിക്കേണ്ടത്, അത് മനസ്സിലാക്കേണ്ടത്. പക്ഷേ വാസ്തവത്തിൽ ഇപ്പോൾ പല പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ നിലവാരം നമ്മൾ നോക്കുമ്പോൾ, ആത്മീയമായി നോക്കുമ്പോൾ അങ്ങനെയൊരു വളർച്ച പ്രാപിച്ചവരല്ല പലരും. അതുകൊണ്ടാണ് നിരവധി സംശയങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് മരണാനന്തരങ്ങൾ എവിടെയാണ്, പുനരുത്ഥാനങ്ങൾ എന്താണ് എന്നൊക്കെയുള്ള കാഴ്ചപ്പാടുണ്ടെങ്കിൽ പഠിപ്പിച്ചു ആ രീതിയിൽ പഠിക്കണം എന്നുള്ള ഒരു ആശയത്തിലാണ് പരിശുദ്ധാത്മാവിൻ്റെ മർമ്മമേറിയ പോയിന്റുകളെ മാത്രം വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് കഴിവതും അതിൻ്റെ ഏകദേശമായിരിക്കുന്ന ഒരു ചിന്ത ഈ പഠനത്തിൽ നൽകുന്നുണ്ട്. ആഴമേറിയൊരു പഠനത്തിലേക്ക് ഈ ഓരോ വിഷയങ്ങളും എടുത്ത് നമുക്ക് പഠിക്കാൻ കഴിയത്തില്ല, അതിന് സമയം ആവശ്യമുണ്ട്. എന്നാൽ ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനത്തെ നമ്മൾ പൂർത്തീകരിക്കേണ്ടതുള്ളതുകൊണ്ട് ഞാൻ ഇതിലെ വാക്യങ്ങളെ മാത്രം ഇനിയിപ്പോൾ വ്യാഖ്യാനിക്കാൻ വേണ്ടി കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. എങ്കിലും കഴിവതും അത് മനസ്സിലാകുന്ന രീതിയിൽ എന്താണെന്നുള്ളത് വെളിപ്പെടുത്തുവാനും കർത്താവിൽ ശരണപ്പെടുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വെളിപ്പാട് പുസ്തകം അതിൻ്റെ 5-6 വാക്യങ്ങളാണ്. 5-6 വാക്യങ്ങളാണ്. 5-ാം വാക്യമാണ് നമ്മൾ പഠിക്കുന്നത്. അതിനുശേഷം സമയമുണ്ടെങ്കിൽ 6-ാമത്തെ വാക്യം നമ്മൾ ചിന്തിക്കും. അതിനുശേഷമായി 7, 8, 9 യുദ്ധങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നേരത്തെ ഓൾറെഡി ഇതേക്കുറിച്ച് ബ്രീഫ് ഹിസ്റ്ററി തന്നിട്ടുണ്ട്. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിൻ്റെ അടുക്കലേക്കും അവൻ്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. അപ്പോൾ ഇവിടെ ഈ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനം സങ്കീർത്തനം 2-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വചനവും വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 27-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വചനവും നമ്മൾ നോക്കുമ്പോൾ, 2-ാം അധ്യായം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന 2-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 27-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവസഭയുടെ ആദിജാതന്മാരാകുന്ന ആൺകുട്ടിയെക്കുറിച്ചാണ്. ഇതേക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ആ സഭയോടുള്ള ദൂതിനോട് ബന്ധത്തിൽ ക്ലാസ് എടുത്തപ്പോൾ ഞാനിത് സംബന്ധമായിട്ട് അവിടെ നമ്മളത് ചിന്തിച്ചിരുന്നു. 2-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യം നമ്മൾ ചിന്തിച്ചപ്പോൾ അതേക്കുറിച്ച് ചിന്തിപ്പാൻ തീർന്നിരുന്നു. തുയഥേരിലെ സഭയെക്കുറിച്ചുള്ള ദൂതിൽ നമ്മളത് ചിന്തിച്ചിരുന്നു. അപ്പം ജയിക്കുന്നവന് ജാതിയുടെ മേൽ അധികാരം കൊടുക്കും, അവൻ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയ്ക്കും, അവർ കുശവൻ്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും, ഞാൻ അവൻ ഉദയ നക്ഷത്രം. ഇത് നമ്മൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതാർക്കെങ്കിലും വേണമെങ്കിൽ ആ ക്ലാസ്സിൽ കേട്ടാൽ മതി, അത് കേൾക്കുമ്പോൾ അത് മനസ്സിലാകും. അന്ന് ഇത് ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ആവർത്തിച്ചു പോകുന്നത് അത് നമുക്ക് വീണ്ടും ഒന്നുകൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ 2-ാം അധ്യായം സങ്കീർത്തനം 2-ാം അധ്യായം 9-ാം വാക്യം, സങ്കീർത്തനം 2-ാം അധ്യായം സങ്കീർത്തനങ്ങളെല്ലാം വളരെ പ്രാധാന്യമുള്ള സങ്കീർത്തനങ്ങളാണ്. നമ്മളത് വായിച്ചു പോകുമ്പോൾ വളരെ ഈസിയായിട്ട് വായിച്ചു പോകാൻ പറ്റും. പക്ഷേ അതിനകത്തൊക്കെ അടങ്ങിയിരിക്കുന്ന മർമ്മങ്ങൾ വളരെ വലുതാണ്. ഇവിടെയെല്ലാം നമുക്ക് കർത്താവിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ സങ്കീർത്തനങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും ന്യായപ്രമാണത്തിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന അർത്ഥം അതാണ്. അപ്പോൾ അത് സങ്കീർത്തനം നമ്മൾ വെറുതെ വായിച്ച് നമ്മുടെ വിഷയങ്ങളായിട്ട് നാം താരം ഉൾപ്പെടുത്തി പോകാറേ ഉള്ളൂ, അല്ലെങ്കിൽ ദാവീദിൻ്റെ വിഷയമാണെന്ന് പറഞ്ഞ് പോവുകയുള്ളൂ. പക്ഷേ അതിൻ്റെ അകത്തെല്ലാം മശീയ പ്രവചനങ്ങളാണ്, വരാനുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രവചന സങ്കീർത്തനങ്ങളാണ് ഇതിനകത്ത് രേഖപ്പെടുത്തി. 2-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്,
ഇരുമ്പ് കോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. നമ്മുടെ കർത്താവ് ഒന്നാമത് വന്നപ്പോൾ അവൻ 23 സങ്കീർത്തനത്തിൻ്റെ നല്ല ഇടയനായിട്ടാണ് വന്നത്. വടിയും കോലും ഉള്ള ആശ്വസിപ്പിക്കുന്നതായിട്ടാണ് വന്നത്. 23 സങ്കീർത്തനം, നല്ല ഇടയനായിരിക്കുന്ന ക്രിസ്തു കർത്താവ് ഞാൻ നല്ല ഇടയനാകുന്നു. അപ്പോൾ 23 അധ്യായത്തിൻ്റെ പൂർത്തീകരണമാണ്, നിവൃത്തീകരണമാണ് കർത്താവിൻ്റെ ഒന്നാം വരവിൽ നാം കണ്ടതെന്ന്. കർത്താവിടെ 3.5 വർഷത്തെ ശുശ്രൂഷയിൽ അവൻ വടിയും കോലും കൊണ്ട് ആശ്വസിപ്പിച്ചു. നല്ലൊരിടയൻ, അവന് ആടുകളെ രക്ഷിപ്പാൻ വേണ്ടി വന്ന ക്ഷീണതയുള്ളതിനെ എടുത്ത് മാറോട് ചേർത്ത് നടക്കുകയും പതുക്കെ നടത്തുകയും അങ്ങനെ പരിപാലിക്കുന്ന ഒരു ഇടയനെ നമുക്ക് 23 അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നു. എന്നാൽ 2 അധ്യായത്തിൽ നാം കാണുന്ന ക്രിസ്തുവിനെ അങ്ങനെ 23 അധ്യായത്തിൽ വന്ന ഒരു പ്രത്യക്ഷതയല്ല കർത്താവിൻ്റെ രണ്ടാമത്തെ പ്രത്യക്ഷത, കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത. അത് ദൈവത്തിൻ്റെ ക്രോധ ദിവസമാണ്. ക്രോധ ദിവസം, ദൈവം വെളിപ്പെടുന്ന ക്രോധ ദിവസത്തിലാണ് വരുന്നത്. ഇപ്പോൾ രക്ഷാ ദിവസമാണ്. അത് 23 അധ്യായത്തിൻ്റെ നമ്മൾ വായിക്കുമ്പോൾ രക്ഷയോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഈ 2 സങ്കീർത്തനത്തിൻ്റെ 9 വാക്യം പറഞ്ഞിരിക്കുന്നത് അത് ക്രോധ ദിവസത്തിൽ കർത്താവ് പ്രത്യക്ഷപ്പെടുന്നതിനെക്കുറിച്ച്. അന്ന് കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ അവനോടുകൂടെ അവൻ്റെ പരിവാരങ്ങൾ കാണും എന്ന് പറഞ്ഞാൽ അവൻ്റെ മണവാട്ടി, തോഴ്മക്കാർ, തോഴിമാർ, അങ്ങനെ വിവാഹം കഴിഞ്ഞ് വിവാഹ സദ്യയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് മണവാളനും മണവാട്ടിയും തോഴന്മാരും തോഴിമാരും സ്വർഗീയ സൈന്യവും കൂടി ഇറങ്ങി വരുന്നതാണ് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയാകുന്ന രണ്ടാമത്തെ വരവ്. അപ്പോൾ സ്വർഗത്തിൽ വെച്ച് വിവാഹം നടന്നാലും വിവാഹ സദ്യ നടക്കുന്ന ഭൂമി വെച്ചാണ്. അപ്പം അത് കല്യാണ സദ്യയോടുള്ള ബന്ധത്തിലാണ് കർത്താവ് രണ്ടാമത്തെ വരവിനെക്കുറിച്ച് മത്തായി സുവിശേഷം 25 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. 25 10 കന്യകമാരുടെ ഭൂമിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതിലാണ്. അപ്പോൾ അതേക്കുറിച്ച് നമ്മൾ വരുന്ന സമയത്ത് ചിന്തിക്കും. പക്ഷേ ഞാൻ ഇടയ്ക്ക് പറഞ്ഞു പോകുന്നത് ഒന്ന് മനസ്സിലാക്കി ചിന്തിച്ച് ഒന്ന് നമ്മുടെ ഹൃദയത്തിൽ സംശയങ്ങളൊക്കെ ഉള്ളതൊക്കെ ഒന്ന് മാറ്റിവിടാൻ വേണ്ടിയാണ് ഞാനത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൂടെ ഒന്ന് ഓർപ്പിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ കൂടെ വരുമ്പോൾ അവൻ യുദ്ധത്തിനായിട്ട് കൂടിയാണ് വരുന്നത്. ഇവിടെ താൻ രാജ്യഭരണം ഏറ്റെടുക്കുന്നതിന് മുമ്പായി ദുഷ്ടന്മാരെ മുഴുവനും അവൻ കീടത്തെ പോലെ നീക്കിക്കളയും. അതുകൊണ്ടാണ് കൊയ്യുന്നവനെ കുറിച്ച് പറയാം. കൊയ്ത്ത്, ലോകാവസാനமான കൊയ്ത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ അവൻ പതിരുകളെല്ലാം, പതിരാകുന്ന ദുഷ്ടന്മാർ കാറ്റുപാറ്റുന്ന പതിർ പോലെ അത്ര എന്നാ പറയും 1 സങ്കീർത്തനം. ദുഷ്ടന്മാർ കാറ്റുപാറ്റുന്ന പതിർ പോലെ അത്രയും. ആകയാൽ ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റ് പാറ്റുന്ന പതിർ പോലെ അത്ര. 1 സങ്കീർത്തനത്തിൽ കർത്താവ് ദുഷ്ടന്മാരെ പതിർ പോലെയാക്കി പതിരിനെയെല്ലാം ദൈവം നിത്യനരകത്തിലേക്ക് തള്ളിക്കളയും. അത് അന്ന് ജീവനോടിരിക്കുന്നവരുടെ അന്ത്യന്യായവിധിയാണ് നടക്കുന്നത്. അപ്പോൾ അന്ത്യന്യായവിധിയെക്കുറിച്ച് മനസ്സിലാകുമ്പോൾ ഇതിനു മുമ്പ് ഞാൻ ദൈവം എഴുതിയ പുസ്തകമുണ്ട്, ക്ലാസ് എടുത്തിട്ടുണ്ട്, അതിലെടുത്തിട്ട് ഇനി എടുക്കാം അന്ത്യന്യായവിധിയെക്കുറിച്ച്. അപ്പോൾ ഇതെല്ലാം ഒരൊറ്റ സംഭവം ഒരു ദിവസം കൊണ്ട് നടക്കുന്നത് വിചാരിക്കുന്നത്. ജീവനുള്ളവരുടെ അന്ത്യന്യായവിധിയാണ് അന്ന് കർത്താവ് രണ്ടാമത്തെ വരവിന് നടക്കുന്നത്. അന്ന് ജീവനോടിരിക്കുന്ന മൃഗത്തെയും കള്ളപ്രവാചകനെയും പിടിച്ചു കെട്ടി ജീവനോടെ തീപ്പൊയിലേക്ക് തള്ളിക്കളയും. അവരാണ് അഗ്നിനരകത്തിലേക്ക് പോകുന്ന ആദ്യത്തെ ഇരകൾ. 1000 ആണ്ട് ഭരിക്കാൻ വേണ്ടി കർത്താവ് ഇവിടെ വരുമ്പോൾ ആദ്യമായി ചെയ്യുന്നത്, അന്ന് കർത്താവിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഹർമോദ യുദ്ധത്തിൽ മുമ്പിൽ നിൽക്കുന്ന എതിർക്രിസ്തുവാകുന്ന മൃഗത്തെയും കള്ളപ്രവാചകനെയും പിടിച്ചു കെട്ടി ജീവനോടെ അഗ്നിത്തീപ്പൊയിലേക്ക് തള്ളിക്കളയും. അപ്പോൾ അഗ്നിത്തീപ്പൊയ്കയിൽ ആദ്യമായി വീഴുന്ന ഇരകൾ ആരാണ് എന്ന് ചോദിച്ചാൽ ജീവനോടിരിക്കുന്നവരുടെ അന്ത്യന്യായവിധി നടക്കുന്ന കർത്താവിൻ്റെ ക്രോധ ദിവസത്തിൽ, കർത്താവ് രണ്ടാമത്തെ വരവെങ്കിൽ അന്ന് ഹർമോദ യുദ്ധത്തിൽ ഇവർ പരാജിതരാകുകയും ഇവരെ പിടിച്ചു കെട്ടിയ ദൂതൻ കർത്താവിൻ്റെ ആജ്ഞയാൽ അഗ്നിനരകത്തിലേക്ക് തള്ളിക്കളയുകയുമാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് പിന്നീട് കാണാൻ സാധിക്കുന്നത് കല്യാണവസ്ത്രം ധരിക്കാത്തവരെ കല്യാണ വിരുന്നുശാലയിൽ നിന്ന് തീപ്പൊയ്കയിലേക്ക് തള്ളിക്കളയുന്നുണ്ട്. പിന്നീട് മഹത്വ സിംഹാസനത്തിന് മുമ്പായുള്ള ന്യായവിധിയിൽ ഇടത്തും വലത്തും നിൽക്കുന്നവരിൽ ഇടത്തുള്ള പതിരാകുന്നവരെ കർത്താവിൻ്റെ കൽപ്പനയാൽ നിത്യനരകാഗ്നിയിലേക്ക് തള്ളിക്കളയും. അതോടുകൂടി അന്ന് ജീവനോടിരിക്കുന്ന സകല ദുഷ്ടന്മാരെയും ദൈവം കീടത്തെ പോലെ നീക്കി നിത്യനരകാഗ്നിയിലേക്ക് തള്ളിക്കളയും. സാത്താനാകുന്ന പഴയ പാമ്പിനെ പിടിച്ചു കെട്ടി അവനെ ഒരു ദൂതൻ അഗാധത്തിൽ അടച്ചുപൂട്ടി മീതെ മുദ്രയിടും. ഇത്രയുമാണ് കർത്താവ് രണ്ടാമത്തെ വരവിൽ സംഭവിക്കുന്നത്.
അപ്പോൾ ഞാനിത് പറഞ്ഞു പോകുന്നത് ഇത് മനസ്സിലിരിക്കണം. നമ്മൾ തുറന്നൊക്കെ ചിന്തിക്കുമ്പോൾ വരാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ച് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഇപ്പം ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന കർത്താവ് രണ്ടാമത് വരുമ്പോൾ അവൻ വരുന്നത് ക്രോധത്തോടെയാണ് വരുന്നത്. അന്ന് അവൻ്റെ കയ്യിൽ ഇരിക്കുന്ന വടിയും കോലും ആശ്വസിപ്പിക്കുന്നതല്ല, അന്ന് ശിക്ഷയ്ക്കായിട്ടാണ് വരുന്നത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു രക്ഷിപ്പാനും ശിക്ഷിപ്പാനും അവനാണ് അധികാരമുള്ളവൻ. അതുകൊണ്ടാണ് ന്യായാധിപതിയും ന്യായകർത്താവും ഒരുവനത്രേ. അവനാണ് ശിക്ഷിപ്പാനും രക്ഷിപ്പാനും ശക്തിയുള്ളവൻ. യാക്കോബ് അപ്പോസ്തലൻ അത് തൻ്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തി. അപ്പോൾ യേശു ക്രിസ്തുവാണ് രക്ഷിക്കാനും ന്യായം വിധിപ്പാനും ഒക്കെയുള്ള അധികാരം പുത്രനാം ദൈവത്തിനാണുള്ളത്. പിന്നെ അത് അവനോട് ചേരുന്ന അവൻ്റെ മണവാട്ടി സഭയ്ക്ക് ലഭിക്കുന്നു. വിവാഹാനന്തരം ഒന്നായിത്തീരുന്നത് കൊണ്ടാണ് ആ അധികാരം മുഴുവനും, എന്തെല്ലാം അധികാരങ്ങൾ എന്ന് പറഞ്ഞാൽ സർവ്വ അധികാരങ്ങളും പിതാവാന്തി എന്നെ പുത്രന് കൊടുത്തിരിക്കുമ്പോൾ ആ അധികാരത്തിനെല്ലാം യോഗ്യരാണ് അവനോട് ചേരുന്ന മണവാട്ടി സഭ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അവർ ശിഷ്യന്മാർ ചോദിച്ചു, ഞങ്ങൾക്ക് എന്ത് ലഭിക്കും? നിന്നെ ഞങ്ങൾ പിന്തുടർന്ന് ഇങ്ങനെ വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ സിംഹാസനങ്ങളിരുന്ന് ഇസ്രായേൽ ഗോത്രങ്ങൾ 12 ന്യായം വിധിക്കുന്ന കർത്താവ് പറഞ്ഞു. അപ്പോൾ ന്യായവിധിയുടെ അധികാരം ലഭിച്ചിരിക്കുന്ന ദൈവം, ആ പുത്രനാം ദൈവം അവനുള്ള സകല അധികാരവും നമുക്ക് നൽകിയിരിക്കുക. എത്ര ശ്രേഷ്ഠകരമായ പദവിയിലേക്കാണ് ഉയർത്തപ്പെടുന്ന അറിയാമോ? അതുകൊണ്ടാണ് ഇതിനെ ഹൈക്കോളിംഗ്, പരമവിളി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരുവനെ തികവിലേക്ക് എത്തിക്കുന്ന, അഥവാ ആ മണവാട്ടി സഭയുടെ അംഗമായി തീരുവാൻ, ആദിജാതന്മാരുടെ സംഘമായി തീരുവാൻ കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന പദവി അത്ര ശ്രേഷ്ഠമേറിയതാണ്. എന്ന് പറഞ്ഞാൽ അവനോട് കൂടെയുള്ള സകല അധികാരവും നമുക്ക് ലഭിക്കുന്നു. ഇവിടെ ഈ പ്രവചനത്തെ നമ്മൾ രണ്ടായിട്ട് നമുക്ക് വിഭജിച്ച് പഠിക്കാൻ സാധിക്കും. ഒന്ന്, 12-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പാട് ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിൻ്റെ അടുക്കിലേക്കും അവൻ്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. ഈ എടുക്കപ്പെടുന്ന ഈ ആൺകുട്ടി സ്വർഗത്തിലേക്ക് പോയി എന്ന് അവിടെ വസിക്കാനുള്ളതല്ല. അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പാടുള്ള ആൺകുട്ടിയെ. അപ്പോൾ സകല ജാതികളെയും മേയ്ക്കാൻ വേണ്ടി ഈ ആൺകുട്ടി വീണ്ടും മടങ്ങി വരും. ആൺകുട്ടിയായിട്ട് എടുക്കപ്പെടുന്നവർ ആരാണോ അവർ മടങ്ങി വരും എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ പ്രവചനത്തിന് 1-ാം ഭാഗം. അത് അവിടെ പറഞ്ഞിരിക്കുന്നതാണ്. അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാളൊരു ആൺകുട്ടിയെ പ്രസവിച്ചു. അപ്പോൾ ഇത് നടന്നിട്ടില്ല. അപ്പോൾ ഈ ആൺകുട്ടി ആരാണ്? സകല ജാതികളെ ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ളതാണ്. അതെന്നാണ്? അതിൻ്റെ അർത്ഥം എവിടെയാ സകല ജാതികളുള്ളതാണ്? ഭൂമിയിലാണ്. അപ്പോൾ ഈ ആൺകുട്ടി ഇവിടുന്ന് എടുക്കപ്പെട്ടാൽ ഇവർ ഭൂമിയിലേക്ക് മടങ്ങി വരും എന്നുള്ളതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ മർമ്മം. അപ്പം ആൺകുട്ടിയായിട്ട് എടുക്കപ്പെടുമ്പോൾ ഈ ആൺകുട്ടി എങ്ങോട്ടാണ് പിന്നെ എടുക്കപ്പെടുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ഭാഗം ഇതാണ്, കുട്ടി ദൈവത്തിൻ്റെ അടുക്കിലേക്കും അവൻ്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമാണ്. അപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് ആൺകുട്ടിയായിട്ട് എടുക്കപ്പെടുന്ന ആ സംഘം അവർ മടങ്ങി വരും. അവരാരാണ്? സകല ജാതികളെ ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാൻ അധികാരമുള്ളതാണ്. ഇപ്പോൾ എവിടേക്കാണ് എടുക്കപ്പെടുന്നത്? പരിശുദ്ധാത്മാവ് എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? അവൻ ഇരിക്കുന്നിടത്ത് പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന പുത്രൻ്റെ സിംഹാസനത്തിലേക്കാണ് കൊണ്ടുപോകുന്നുള്ളതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പ്രവചനത്തിൽ മറഞ്ഞിരിക്കുന്ന അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഈ ആൺകുട്ടിയോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ രേഖപ്പെടുത്തുന്നത് മനസ്സിലാക്കണമെങ്കിൽ, നമുക്കറിയാമല്ലോ കർത്താവായ യേശു ക്രിസ്തു ഒരു ആൺകുട്ടിയായിട്ടാണ് ഈ ലോകത്തിൽ ജനിച്ചത്. ആത്മമണവാളൻ ഒരു ആൺകുട്ടിയായിട്ട് ജനിച്ചെങ്കിൽ ആത്മമണവാട്ടി ആദിജാതന്മാരുടെ സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമ്പോൾ അവർ ഒരു ആൺകുട്ടിയായിട്ടാണ് അവിടേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ഭൂമിയിൽ ദൈവമായിരിക്കുന്ന കർത്താവ് ആത്മമണവാളൻ, ആദ്യ ഫലമായി തീർന്ന മരിച്ചെഴുന്ന ആദിജാതനായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവും ഒരു മണവാളനായിട്ടാണ് ഇവിടെ ഒരു ആൺകുട്ടിയായിട്ടാണ് ജനിച്ചതെങ്കിൽ അവനോട് ചേരുന്ന ആദിജാതന്മാരുടെ സഭയാകുന്ന മണവാട്ടി ചേരുക എന്നുള്ള അർത്ഥത്തിലാണ് മണവാട്ടി നടക്കുന്നത്. അല്ലാതെ അതിനകത്ത് സ്ത്രീലിംഗമോ പുരുഷലിംഗമോ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം അത് ദൈവം ഇത് നമുക്ക് മനസ്സിലാകാവുന്ന ഭാഷയിൽ പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. പുരുഷനും സ്ത്രീയും വിവാഹവും എന്നൊക്കെ പറയുന്നത് അതിൻ്റെ അർത്ഥത്തിൽ അങ്ങ് മനസ്സിലാക്കിയാൽ മതി. അതല്ലാതെ ഇതെല്ലാം നമ്മൾ കണക്കാക്കി വെച്ചിരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും അല്ല സംഭവിക്കുന്നത്. അതിനെ അക്ഷരികമായിട്ട് എടുക്കാതെ ആത്മീയ തലത്തിലേ ചിന്തിക്കാവുള്ളൂ. നമുക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പുരുഷനുള്ള
സകലത്തിനും ആ അധികാരം ഭാര്യയ്ക്കുള്ളതുപോലെ അവരോട് ഒന്നായി ചേർന്ന് കഴിയുമ്പോൾ അവളുടെ ജീവിതത്തിൻ്റെ എല്ലാം ആ പുരുഷനോടുള്ള ബന്ധത്തിലാക്കിയിരിക്കുകയാണ്. അതിനുള്ള ബന്ധത്തിലാണ് ഭാര്യ, ഭർത്താവ്, മണവാളൻ, മണവാട്ടി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ മറ്റൊരു അർത്ഥത്തെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. വിവാഹം എന്ന് പറഞ്ഞാലും അതിൻ്റെ അർത്ഥത്തിൽ ഇതേ ഉള്ളൂ. കർത്താവിൻ്റെ സന്നിധിയിൽ, പിതാവാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പുത്രനോടും സഭയെ ഒന്നാക്കി ചേർക്കുന്ന ദിവസത്തെയാണ് കല്യാണ നാളെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നായിത്തീരും, കർത്താവിനോട് ഒന്നായിത്തീരും. ഇവിടുന്ന് മണവാട്ടി സഭ എടുക്കപ്പെടുന്നു, അഥവാ ആദിജാതന്മാരുടെ സഭ എടുക്കപ്പെടുന്നു. ഒരു ആൺകുട്ടിയാണ് എന്നുള്ളതിന് നമ്മൾ തെളിവ് പറയുന്നത്, യേശു ക്രിസ്തു ആൺമണവാളനായിരുന്നു. അവൻ മരിച്ചുവിടുന്നുള്ള ആദ്യഫലമാണ്. അവനൊരു ആൺകുട്ടിയായിട്ടാണ് ഭൂമി ജനിച്ചതെങ്കിൽ അവനോട് ചേരാനുള്ള മണവാട്ടി സഭയാകുന്ന ആദിജാതന്മാരുടെ സഭ, സ്വർഗ്ഗത്തിൽ കഴിയുന്ന ആദിജാതന്മാരുടെ സഭ ഇവിടുന്ന് എടുക്കപ്പെടുമ്പോൾ അവരൊരു ആൺകുട്ടിയായിട്ടാണ് സ്വർഗത്തിലേക്ക് എത്തിച്ചേരുന്നത്. അതാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ആൺകുട്ടിയുടെ അതിനെ ആരാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് സങ്കീർത്തനം 2-ാം അധ്യായം 9-ാം വാക്യത്തിലെ വാക്യം ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. 2-ാം അധ്യായം 9-ാം വാക്യം നമുക്കറിയാം. അത് സകലജാതികളെയും ഇരുമ്പ് പോൽ കൊണ്ട് മേയിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പോൾ യേശു ക്രിസ്തുവിന് ചേരുന്നവർക്ക് അതേ പ്രതിഫലം ഉണ്ടെന്നുള്ളത് നമ്മൾ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 27-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കത് വ്യക്തമാക്കപ്പെടുന്നുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത്, ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ. ഉണ്ടോ? പിതാവാൻ ദൈവമാണ് എൻ്റെ പുത്രന് ഈ അധികാരം കൊടുത്തിരിക്കുന്നത്. പല ജാതികളെയും ഉടച്ചു കളയാനുള്ള അധികാരം, ശിക്ഷിപ്പാനുള്ള അധികാരമൊക്കെ പിതാവാൻ ദൈവം കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, അതേ അധികാരം ഇതിനകത്ത് വളരെ സംശയിക്കേണ്ട ആവശ്യമില്ല, വളരെ വ്യക്തമാണ്. ദൈവം ഈ 2 വചനങ്ങൾ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ സ്ത്രീ പ്രസവിക്കുന്ന ആൺകുട്ടി ആദിജാതന്മാരുടെ സഭയാണ് എന്നുള്ളത് സംശയിക്കേണ്ട ആവശ്യമില്ല. അതിന് മറ്റൊരു പഠിപ്പിക്കലിനും ആധികാരികത ഇല്ലെങ്കിൽ വചനത്തിലെ തെളിവ് കൊണ്ട് നമുക്ക് ആധികാരികമായി സ്വർഗത്തിൽ പേഴുന്ന ആദിജാതന്മാരുടെ സഭയാണ് ഈ ആൺകുട്ടി എന്നുള്ളതിന് നിസ്സംശയം തെളിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ സങ്കീർത്തനം 2-ന്റെ 9-ഉം വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 27-ാം വാക്യം കൂടെ ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2-ാം അധ്യായം സങ്കീർത്തനം 2-ൽ 9-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. എന്നാൽ കർത്താവ് സൗലോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, അവസാനത്തോടെ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. ആർക്കാ? ഇസ്രായേലിനല്ല, മറ്റാർക്കും കൊടുക്കുന്നത്. ആരാ പറഞ്ഞു? യേശു പറഞ്ഞതാ. യേശു സഭയോട് ദൂത് പറയുകയാണ്. ഇവിടെ യേശു എന്നോട് പറയല്ല. ഇപ്പം യേശു മറിയയ്ക്ക് ജനിച്ച കുഞ്ഞാണെങ്കിൽ കർത്താവ് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെയല്ല, പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് സംഭവിക്കാനുള്ള കാര്യമാണ്. ഇത് ഇസ്രായേലിനോട് പറഞ്ഞ കാര്യമല്ല. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങൾ നമുക്കറിയാമല്ലോ. ഇപ്പോഴുള്ള ദൈവസഭയോട് സംസാരിച്ച ദൂതാണ്. അപ്പോൾ ആ സംസാരിച്ചിരിക്കുന്നതിൽ കർത്താവ് പറഞ്ഞത് എല്ലാവർക്കുമല്ല, സഭയിലുള്ള എല്ലാവർക്കുമല്ല. അതുകൊണ്ടാണ് സഭയിൽ ജയാളികളുണ്ട്, തികവിലേക്ക് എത്തുന്നവരുണ്ട്, തികവിലേക്ക് എത്താത്തവരുണ്ട്, വിവിധ നിലവാരങ്ങളുണ്ടെന്നുള്ളത് പഠിപ്പിക്കുന്നത്. പക്ഷെ ഇതൊന്നും പലരുടെയും ചെവിയിലേക്ക് പോകത്തില്ല, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം എല്ലാവർക്കും ഭൗതികമായി ഇപ്പോഴാണ് ഭയങ്കര സ്ഥാനമാനങ്ങൾക്കുള്ള പിടുത്തത്തിൽ ഓടി നടക്കുക എല്ലാവരും. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ സ്ഥാനങ്ങളും മാനങ്ങളൊക്കെ മണ്ണടിയാനുള്ളതേ ഉള്ളൂ. ഇവിടുത്തെ കസേരകളും സിംഹാസനങ്ങളൊക്കെ തൽക്കാലത്തേക്കേ ഉള്ളൂ. എന്നുവരെ ഇവിടെ സഭകൾ കാണുമെന്നുള്ളതും അതിൻ്റെ പ്രവർത്തന സ്ഥാനത്തിൽ ഉണ്ടെന്നുള്ളതും പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞത്, എന്നാൽ എന്നേക്കും ഇരിക്കാൻ പറ്റുന്ന ഒരു സിംഹാസനം ദൈവം ഒരുക്കുന്നുണ്ട്. അതിന് നമ്മൾ ചെയ്യേണ്ടത് അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കണം, കഷ്ടനഷ്ടം സഹിക്കണം. ഒരുപക്ഷെ നമ്മൾ ഒരുപാട് അധ്വാനിച്ചതായിരിക്കും. നമ്മളെ അവിടെ നിന്ന് കരിയാപ്പല പോലെ എടുത്തു കളഞ്ഞെങ്കിൽ സാരമില്ലെന്നേ, അത് സഹിച്ചേ മതിയാവുള്ളൂ. അത് നമ്മൾ സഹിക്കണം. അതിനെയാണ് സഹിഷ്ണുത എന്ന് പറയുന്നത്. സഹിഷ്ണുത. ഞാൻ ഒരുപാട് പ്രവർത്തിച്ചുകൊണ്ട് എനിക്ക് വിട്ടുകളയാൻ പറ്റത്തില്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ദൈവമാണ് നമ്മളെ മാനിക്കേണ്ടത്, ദൈവമാണ് നമ്മളെ ആദരിക്കേണ്ടത്. ഇവിടെ എല്ലാവരും നമ്മളെ ആദരിച്ചാലും ദൈവം എന്നെ ആദരിക്കുന്നില്ലെങ്കിൽ എന്ത് പ്രയോജനം? ഒരു പ്രയോജനമില്ല. ഇവിടെ ഞാൻ മിടുക്കം കളിച്ച് നടക്കാം, എല്ലാവരുടെ മുമ്പിൽ നല്ലതെന്ന് പറയാൻ സാധിക്കും. പക്ഷേ മനുഷ്യർക്ക് ദൈവത്തിന് കൊള്ളാവുന്നവനാണ് യഥാർത്ഥമായ ഒരു ഭക്തൻ. മനുഷ്യർക്കും ദൈവത്തിന് കൊള്ളാവുന്നവനാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് സഭയോട് പറഞ്ഞിരിക്കുകയാണ്, എല്ലാവർക്കും അല്ല.
അതെല്ലാവർക്കും അത് പ്രാപിക്കാൻ കഴിയത്തില്ല. ഈ രാത്രിയിൽ ഒരുപക്ഷെ ഈ സഭയ്ക്കകത്ത് കോടിക്കണക്കിന് ആൾക്കാരുണ്ട്. പക്ഷേ എല്ലാവരും ഇത് ശ്രദ്ധിക്കണമെന്നില്ല. എന്തുകൊണ്ടാണ് വെളിപ്പാട് പഠിക്കാത്തത്? അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. അവർക്ക് മറ്റ് ബിസിനസ്സുകളുണ്ട്, മറ്റു പല കാര്യങ്ങളുമുണ്ട്. അതിൽ വ്യാപൃതരാണ് അവർ. അപ്പോൾ അങ്ങനെ പല വിഷയങ്ങളിൽ വ്യാപൃതരായി തീരുമ്പോൾ എല്ലാം അറിയാവുന്നതാണേലാണ് പലരും പോകുന്നത്. 2-ാം അധ്യായം സങ്കീർത്തനം 2:9 യേശുക്രിസ്തുവിനെ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നെങ്കിൽ വെളിപ്പാട് 2-ാം അധ്യായം 27-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ പിതാവ് എനിക്ക് 26 എന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും, അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും, അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. അതിൻ്റെ അർത്ഥം കർത്താവായ യേശുക്രിസ്തു ചെയ്യാൻ പോകുന്ന യുദ്ധത്തിൽ നമ്മൾ അവൻ്റെ കൂടെയായിരിക്കും, അവനോട് കൂടെയായിരിക്കും. അവനെ പോലെ അതേ അധികാരമാണ് ദൈവം തൻ്റെ രക്തത്തിൽ പിറന്ന തികവ് പ്രാപിക്കുന്ന ദൈവമക്കളെ എനിക്കും നിങ്ങൾക്കും ദൈവം തരാൻ വാഗ്ദത്തം ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ വാഗ്ദത്തം പറയുന്നതാണ്. ഇതിനകത്തുനിന്ന് സംശയമില്ലല്ലോ ആർക്കും. 2-ാം അധ്യായം യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞതിനകത്താണെന്നുള്ള സംശയമില്ലല്ലോ. ഈ വെളിപ്പാട് ഞാൻ പറഞ്ഞ സംഗീതത്തിൻ്റെ 2-ാം അധ്യായം 9-ാം വാക്യം ക്രിസ്തുയേശുവിനെ കുറിച്ച് പറഞ്ഞാണെന്നുള്ള സംശയം ആർക്കുമില്ലല്ലോ. ആർക്കുമില്ല. അതങ്ങനെ തന്നെയാണ്. ഇപ്പോൾ വെളിപ്പാട് 2-ാം അധ്യായം 27, 26, 27 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് സഭയുടെ ജയാളികളാണെന്ന് പറഞ്ഞതിന് സംശയമില്ലല്ലോ. പിന്നെ എന്തിനാണ് ഈ വെളിപ്പാട് 12-ാം അധ്യായത്തെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നത്? ഇസ്രായേലാണെന്നും ആ സ്ത്രീ പ്രസവിക്കുന്ന ആൺകുട്ടി ഇസ്രായേലാണെന്നും യേശു ക്രിസ്തു ആണെന്നും അല്ലെങ്കിൽ 144,000 ആണെന്നൊക്കെ എന്തിനാ യാതൊരുവിധമായ പൊരുത്തമില്ലാത്ത വ്യാഖ്യാനങ്ങളിലേക്ക് പോകുന്നത്? ദൈവവചനത്തിൻ്റെ ആധികാരികതയിൽ ഇന്ന് രാത്രിയിൽ ഞാൻ ദൈവവചനം സംസാരിക്കുമ്പോൾ സങ്കീർത്തനം 2-ാം അധ്യായം 9-ാം വാക്യം പറഞ്ഞ ക്രിസ്തുയേശുവിനെ കുറിച്ചും വെളിപ്പാട് 2-ാം അധ്യായം 26, 27 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് സഭയുടെ ജയാളികളാകുന്നവർക്ക് വേണ്ടിയുള്ളതാണെന്നും തികവ് പ്രാപിക്കുന്നവർ ആണെന്നുള്ളതും, അഥവാ പുത്രത്വം പ്രാപിപ്പാൻ 30 നിന്നും 60 നിന്നും 100 മേനിയാകുന്നവർക്കാണ് അധികാരം ലഭിക്കുന്നുള്ളതും. അപ്പൊ അവരാണ് ആൺകുട്ടി, അഥവാ സഭയുടെ ജയാളികളാണ് ആൺകുട്ടി എന്നുള്ളതിന് തെളിവാണ്. ഇതിൽ കൂടുതലൊന്നും വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ ദൈവം നിങ്ങൾക്ക് മനസ്സിലാക്കി തരട്ടെ. അത് കേൾക്കുന്നവർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ എനിക്കത് കൂടുതലൊന്നും തെളിയിക്കാൻ പറ്റത്തില്ല. കാരണം വചനം കൊണ്ട് വചനത്തെ തെളിയിക്കാനേ പറ്റുള്ളൂ. ഇതിനകത്ത് സത്യസന്ധമായിട്ടുള്ള സത്യത്തെ ഗ്രഹിക്കാൻ താല്പര്യമുള്ള ആർക്കും അംഗീകരിക്കാൻ കഴിയും. പിന്നെ എത്ര പറഞ്ഞാലും ഞങ്ങൾ പിടിച്ച അതിനെ വിട്ടുകളയത്തില്ല ശാഠ്യം പിടിക്കുന്നവർക്ക് കർത്താവ് യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ പോലും അവർ അംഗീകരിക്കത്തുമില്ല. അങ്ങനെയുള്ളവരോടല്ല ഞാൻ സംസാരിക്കുന്നത്. ദൈവവചനത്തിൻ്റെ സത്യത്തെ വചനം കൊണ്ട് തെളിയിക്കുമ്പോൾ അതങ്ങനെയാണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധ്യതയുള്ള, അതിനെ ശ്രവിക്കാൻ സാധ്യതയുള്ളവരാണ് സംസാരിക്കുന്നത്. ഞാൻ ഈ പറയുന്നത് വചനത്തിൻ്റെ തെളിവിലാണ് പറയുന്നത്. അപ്പോൾ 2-ാം അധ്യായം വെളിപ്പാട് 2-ാം അധ്യായം സംസാരിക്കുന്നത് 7 സഭകളോട് ദൂത് പറഞ്ഞിരിക്കുന്ന ആഗോള സഭയോട് പറഞ്ഞിരിക്കുന്ന ദൂതാണ്, നമ്മളോട് പറഞ്ഞിരിക്കുന്ന ദൂതാണ്. നമ്മൾ ജയിച്ചാൽ, ഈ ലവോദിക്ക സഭയെ കീഴിലുള്ള നമ്മൾ ജയിച്ചാൽ നമുക്ക് ഈ അധികാരമുണ്ട്. സഭയോട് പറഞ്ഞിരിക്കുന്ന എല്ലാ കുറവുകളും അല്ലെങ്കിൽ എല്ലാ കുറ്റങ്ങളും എല്ലാ പ്രതിഫലങ്ങളും എല്ലാം നമുക്കുള്ളതാണ്, ആഗോള സഭയ്ക്കുള്ളതാണ്. ഓരോ സഭകൾക്കും അതിൻ്റെതായിട്ടുള്ള അന്നത്തെ നിലവിലുണ്ടായിരുന്നതിനെ കുറിച്ച് എടുത്തു പറഞ്ഞ് കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നത് നമുക്കെല്ലാം ബാധകമായിട്ടുള്ളതാണ്. അപ്പോൾ ജയാളികളാകുന്ന ദൈവസഭയാണ് ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കുന്നതെന്നുള്ളത് വെളിപ്പെടുത്തിയത് കൊണ്ട് ഈ ആൺകുട്ടിയെ നമുക്ക് ഈ ദൈവസഭയിലെ ആൺകുട്ടിയാണെന്ന് മാത്തമാറ്റിക്സ്, അത് കണക്കിൻ പ്രകാരം തെളിയിക്കാൻ സാധിക്കും. കണക്ക് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ, ഈക്വൽ ടു പഠിച്ചിട്ടുണ്ട്, തെളിവ് വെച്ച് തെളിയിച്ചിട്ടുണ്ടല്ലേ. നമ്മളൊക്കെ സദൃശ്യങ്ങളൊക്കെ വെച്ച് തെളിയിച്ചിട്ടുണ്ട്. പണ്ട് ഞാൻ പഠിക്കുമ്പോൾ ഓർത്തിട്ടുണ്ട്, ഇങ്ങനെ നമ്മളൊക്കെ തെളിയിക്കുമായിരുന്നു. പലതും തെളിയിച്ചു പോയിട്ടുള്ള ഇതിനകത്തൊക്കെയാണ് തെളിയിക്കാറുള്ളത്. ഇവിടെ തെളിയിക്കുകയാണ്. ഇവിടെ തെളിയിച്ചു വരുമ്പോൾ ഇവിടെ സങ്കീർത്തനം 2:9 പറഞ്ഞതും അതിൻ്റെ പ്രകാരവും വെളിപ്പാട് 2-ാം അധ്യായം 26, 27 വാക്യങ്ങളിൽ പറഞ്ഞ വചനപ്രകാരവും വെളിപ്പാട് 12-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആൺകുട്ടി ദൈവസഭയുടെ ജയാളികളാണെന്ന് വചനത്താൽ തെളിയിച്ചിരിക്കുന്നു. അതാണ് എൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഉത്തരം. ആരാകുന്നു ഈ ആൺകുട്ടി, ഈ സ്ത്രീ പ്രസവിക്കുന്ന ആൺകുട്ടി എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം കണ്ടെത്താൻ വേണ്ടിയാണ് വെളിപ്പാട് 12-ാം അധ്യായം 5-ാം വാക്യത്തിൽ കർത്താവ്
പരിശുദ്ധാത്മാവിനാൽ സങ്കീർത്തനത്തിലൂടെ 2-9 യേശുക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പെടുത്തി. ആ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു സഭയുടെ നാഥനായിരിക്കുന്ന കർത്താവ്. വെളിപ്പാടത്തിന് 2-26-27 തുയത്തിലുള്ള സഭയുള്ള ദൂതിൽ ഈ ആൺകുട്ടി ആണ് ഇരുമ്പ് കോൽ കൊണ്ട് മേയ്ക്കാനുള്ളതെന്നുള്ളത് അവിടെ മർമ്മമായി വെളിപ്പെടുത്തി. ആ ആൺകുട്ടിയാണ് കർത്താവിൻ്റെ മധ്യാകാശവാരങ്ങളിൽ എടുക്കപ്പെടുന്നതെന്നുള്ളതാണ് 12-5 തെളിയിച്ചിരിക്കുന്നത്. ഇനിയും ഇതിനകത്തുനിന്ന് നാളെയും ഇതെല്ലാം കേട്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ അതിന് ഉത്തരവാദിയല്ല. നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ നിങ്ങൾ തന്നെ ദൈവത്തോട് ഒരു കർത്താവ് ഇത് ശരിയാണോ എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കിയെടുക്കുക. അത് ഞാൻ ഉത്തരവാദിയല്ല. എനിക്ക് തന്നിരിക്കുന്ന ആത്മഭാരത്തിലും വചനത്തിൻ്റെ തെളിവിലും ഞാനത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആൺകുട്ടി ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ ഉത്തരം പറയാൻ പഠിച്ചിരിക്കണം. അത് ആഗോള ദൈവസഭയിൽ നിന്ന് ജയാളികളാകുന്ന ആദ്യജാതന്മാരുടെ സഭയാണ് ഈ ഇരുമ്പുകോൽ കൊണ്ട് മേയിക്കുന്ന ആൺകുട്ടിയെ വെളിപ്പെടുത്തുന്നതെന്നും അവരെ ദൈവം എടുക്കുന്നത് സ്വർഗത്തിൽ പുത്രന്റെ സിംഹാസനത്തിലേക്ക് ആണെന്നുള്ളതും പറയാൻ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ വിഷയം നമുക്ക് തെളിവ് സഹിതം സംസാരിക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അതിനുള്ള തെളിവാണ് നേരത്തെ ഇരിക്കുന്നത്. പിന്നെ നിങ്ങളോട് ചോദിക്കും, വെളിപ്പാട് ദിവസം പഠിച്ചില്ലേ? പഠിച്ചിട്ട് നിങ്ങൾ എന്താ പഠിച്ചത്? ഇത്രയെങ്കിലും പറയാൻ മനസ്സിലാകണം. വെളിപ്പാട് ദിവസം 12 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന സ്ത്രീ പ്രസവിക്കുന്ന ആൺകുട്ടി ആദിജാതന്മാരുടെ സഭയാണ്. അത് ആഗോള സഭയിൽ ജയം പ്രാപിക്കുന്ന ജയാളികളാണ്. അവരെ എടുക്കപ്പെടുന്നത് സ്വർഗീയ സിംഹാസനത്തിലേക്കാണ് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. ഇത്രയും പറയാമല്ലോ. ഇത്രയും പറയുന്ന ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ. ഇത് പറയുകയല്ല, നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹമായിരിക്കണം, എനിക്കിത് പ്രാപിക്കണം. നമ്മൾ വെറുതെ പഠിച്ചു പോകുകയല്ല, നാം ഇത് വെറുതെ മനസ്സിലാക്കുകയല്ല, നാം അതായിത്തീരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ മീതെയുള്ള യെരൂശലേം പ്രസവിക്കുന്ന ആദ്യ സംഘത്തിൽ പെടണം ഞാനും നിങ്ങളും. അത് സൂര്യ തേജസ് പ്രാപിക്കുന്ന ആദിജാതന്മാരുടെ സഭയാണ്. അതിനെ ആലങ്കാരികമായിരിക്കുന്ന ഭാഷയിൽ ഒരാൺകുട്ടിയായിട്ട് വെളിപ്പെടുത്തി ആ കുട്ടി ഇരുമ്പ് കോൽ കൊണ്ട് സകല ജാതികളെയും മേയ്ക്കുവാനുള്ളതാണെന്നുള്ളത് വെളിപ്പെടുത്തിയിരിക്കുന്നു. യേശുക്രിസ്തുവിനുള്ള അതേ അധികാരം, പിതാവാൻ ദൈവം തന്റെ പുത്രന് കൊടുത്ത അതേ അധികാരം അവനോട് ചേരുവാനുള്ള ആദ്യജാതന്മാരുടെ സഭയ്ക്ക് മാത്രമാണ് നൽകുന്നത്. ജയാളികളാകുന്നവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അവർ മാത്രമേ അന്ന് എടുക്കപ്പെടുകയുള്ളൂ. അവർ മാത്രമേ സ്വർഗീയ സിംഹാസനത്തിലിരിപ്പാൻ അതിനുള്ള അവകാശമുള്ളൂ. ഇത് സത്യവചനമാണ്. ഇതിന് മാറ്റമില്ലാത്തതാണ്. ഇത് ഒരിക്കലും ബോഷ്കല്ല എന്നുള്ളത് ആത്മാവിൻ്റെ തെളിവിൽ ഞാൻ പറഞ്ഞ് ഈ ഭാഗം ഞാൻ വിടുകയാണ്. ഇത് സത്യത്തിൻ്റെ വചനമാണ്. നമുക്കത് ജയാളികളെ തരാൻ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവേ ഇത് സംഭവിക്കും. അപ്പോൾ അത് സംഭവിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് നിരവധി തെളിവുകളുണ്ട്. അപ്പോൾ ഇത് കർത്താവിൻ്റെ മധ്യാകാശവരവെങ്കിൽ ദൈവസഭ എടുക്കപ്പെടുന്നതാണ് ഉള്ളതുകൊണ്ട് ഇനി കർത്താവിൻ്റെ മധ്യാകാശ പ്രതിഷ്ഠതയെക്കുറിച്ച് എവിടെയെല്ലാം പറഞ്ഞിട്ടുണ്ടോ ആ വചനങ്ങളെല്ലാം ഇവിടെ വെച്ച് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഈ 12-ാം അധ്യായം 5-ാം വാക്യത്തെ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പഠിക്കാൻ കഴിയും. അങ്ങനെ ചില ഭാഗങ്ങൾ നമുക്കറിയാമല്ലോ. കർത്താവ് മധ്യാകാശ പ്രതിഷ്ഠതയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ എടുത്ത് പഠിക്കുമ്പോൾ, ലേഖനങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ എടുത്ത് പഠിക്കുമ്പോൾ ഇതാരാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അത് നമ്മളാണെന്നുള്ളതും ജയാളികളാണെന്നുള്ളതും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അത് സഭയുടെ മുഴുവൻ ആൾക്കാരുമല്ല, തെളിവ് പ്രാപിക്കുന്നതാണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതിൻ്റെ ചില വചന തെളിവുകൾ മധ്യാകാശ പ്രതിഷ്ഠയോടുള്ള ബന്ധത്തിലുള്ളത് ഞാൻ വേഗത്തിൽ വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 18 മുതൽ അതിൻ്റെ 25 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ സ്ത്രീ വേദനപ്പെട്ട് ഞെരുങ്ങുന്നത് എന്താണെന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്. എന്നാണ് ഈ തേജസ് വെളിപ്പെടുന്നത്? ആൺകുട്ടിയായിട്ട് നാം ഇവിടുന്ന് പുനരുത്ഥാനവും രൂപാന്തരവും പ്രാപിച്ച് തേജസ് പ്രാപിച്ചവരായി സൂര്യ തേജസ്സോടുകൂടി മേഘത്താൽ മറയപ്പെട്ട് പരിശുദ്ധാത്മാ നമ്മെ കൊണ്ടുപോകും. അതിനെയാണ് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. പറഞ്ഞാൽ ഇത് സബ്ജക്റ്റ് ടു
അത് കീഴ്പ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഈ കീഴ്പ്പെട്ടിരിക്കുന്നത് വെളിപ്പെടും. അതിനാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ അത് സർവ്വസൃഷ്ടിയും ഇന്ന് വരെ അതിന് കീഴ്പ്പെട്ടിരിക്കുകയാണ്. തുറന്നു പറയുകയാണ്, സർവ്വസൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഞെരുങ്ങി ഈറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന് വീണ്ടെടുപ്പായ പുത്രത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞെരുങ്ങുന്നു. പ്രത്യാശയിലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ സർവ്വസൃഷ്ടിയും ഈറ്റുനോവോടിരിക്കും. അതുകൊണ്ടാണ് ഈ സ്ത്രീ വേദനപ്പെട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. സർവ്വസൃഷ്ടിയുടെയും ആദ്യഫലമാകുന്ന ആദ്യജാതന്മാരെ പ്രസവിക്കാനുള്ള സർവ്വസൃഷ്ടിയുടെ ഈറ്റുനോവിനെയാണ് സ്ത്രീയുടെ വേദന എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. സ്ത്രീ വേദനപ്പെട്ടു, അവൾ പ്രസവിച്ചപ്പോൾ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വെളിപ്പെടുന്ന ദിവസമാണ് കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷത. അന്നാണ് നാം വിടുതൽ പ്രാപിക്കും, സ്വാതന്ത്ര്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തും. മരിച്ചു പോയി കഴിഞ്ഞാൽ നാം പുനരുത്ഥാനം പ്രാപിക്കും. ജീവനോടിരിക്കുകയാണെങ്കിൽ ആ തികഞ്ഞ സ്വാതന്ത്ര്യമാകുന്ന തേജസ്സിൻ്റെ ഫുൾനെസ് അഥവാ സൂര്യ തേജസ് പ്രാപിക്കുവാൻ നാം യോഗ്യരായി തീരും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞെരുക്കമുള്ളത്, കഷ്ടതയുള്ളത്, പ്രയാസമുള്ളത്, വിശ്വാസം ശോധനയുള്ളത്, എന്നും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ കാരണം നമ്മെ ഞെരുക്കി ദിവസങ്ങളിൽ നമ്മെ നന്നാക്കിയെടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ കറകൾ മാറ്റിയെടുക്കുക, കളങ്കങ്ങൾ മാറ്റിയെടുക്കുക, ചുളുക്കം മാറ്റുകയാണ്, വാട്ടം മാറ്റുകയാണ്, മാലിന്യം മാറ്റുകയാണ്. കറ, ചുളുക്കം, മാലിന്യം, വാട്ടം ഇവയൊന്നുമില്ലാതെ പിതാവിൻ്റെ സന്നിധി നമ്മൾ നിർത്താൻ വേണ്ടിയാ. ചില കറകൾ കൂടി മാറാനുണ്ട്, ചില മലിനതകൾ കൂടി മാറാനുണ്ട്. അങ്ങനെ ചില വാട്ടം ഇതെല്ലാം മാറ്റിയെടുത്ത് നമ്മെ മഹിമാസന്നിധിയിൽ തേജസ്സുള്ളവരായി നിർത്തുവാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടതകളും പ്രയാസങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ വരുമ്പോൾ വിശ്വാസി തളർന്നു പോകരുത്. നമ്മെ കുണീകരിച്ച് ശുദ്ധീകരിച്ച് ദൈവം നമ്മെ തികവിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് വിശ്വാസത്തിൻ്റെ ശോധനകൾ വരുന്നത്, കഷ്ടതകൾ വരുന്നത്. നിലനിൽക്കുന്നവർക്കാണില്ല അത് പ്രശ്നമുള്ളത്. വിശ്വാസി ഇറങ്ങിത്തിരിച്ചിട്ട് എല്ലാത്തിനോടും കൂടി ചേർന്നവർക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ഉഭയജീവിയായി ജീവിച്ചാൽ കുഴപ്പമില്ല. തവളയെ പോലെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കരയിൽ ജീവിക്കാം, വെള്ളത്തിലും ജീവിക്കാം, വിശ്വാസം ജീവിക്കാം, അവിശ്വാസിയായിട്ട് ജീവിക്കാം. അങ്ങനെയുള്ളവർക്കല്ല പ്രശ്നമുള്ളത്. അവർക്ക് ആരുടെയും കൂട്ടത്തിൽ കൂടാം, പ്രശ്നമുണ്ടാകത്തില്ല. പക്ഷേ സത്യവചനത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന കഷ്ട, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ വളരെ വലുതാണ്, വളരെ ബുദ്ധിമുട്ടാണ്. പ്രതികൂലങ്ങൾ ഒരുപാടുണ്ടാകും. പക്ഷേ തൽക്കാലത്തേക്ക് ഉള്ളുകൊട്ടോ വിശ്വാസ ജീവിതത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതികൂലത്തിൽ നേരെ ആ സമയത്ത് നിൽക്കാൻ കഴിഞ്ഞാൽ അത് പിന്നെ വിട്ടുമാറിക്കൊള്ളും. അവിടെ പറയുന്നത് സാത്താനോട് എതിർത്ത് നിൽപ്പിന് അവൻ നിങ്ങളെ വിട്ടുമാറിപ്പിക്കൊള്ളും. പക്ഷെ അന്നേരം ഈ മനുഷ്യരെയൊക്കെ പേടിച്ച് പിന്നെയും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കെല്ലാം ചെന്ന് കഴിഞ്ഞാൽ കുടുങ്ങിപ്പോകും. പക്ഷെ ദൈവം പിന്നെയും സ്നേഹിക്കുന്നതുകൊണ്ടാണ് വലിയ കർഷകരൊക്കെ ഇട്ട് വിലയ്ക്ക് വാങ്ങാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വിലയ്ക്ക് വാങ്ങുന്നതാണ് കർഷകരോട് തിരികെ വരിക എന്ന് പറയുന്നത്. വലിയ കർഷക തരുന്നത് അതിനു വേണ്ടിയാണ്. നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കണം. സാധാരണമായിട്ട് നമ്മൾ നിൽക്കാമെങ്കിൽ, വിശ്വാസം നിൽക്കാമെങ്കിൽ, പ്രത്യാശ നിൽക്കാമെങ്കിൽ വരാൻ പോകുന്ന അന്നത്തെ കർഷകരും പ്രയാസങ്ങളും ഒക്കെ ഓരോ വിഷയങ്ങളും ഓരോ സമയത്തേക്കുള്ള മാറിപ്പോകും. ദൈവം നമുക്ക് ശക്തി കൃപ നൽകും. ധൈര്യത്തോടെ നിൽക്കണം. വിശ്വാസി രാത്രി ജയാളിയായിട്ട് നിൽക്കണം. നമ്മൾ വിശ്വാസ പ്രമാണത്തിന് വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി നാം നൂരോടെ നിൽക്കണം, നേരോടെ നിൽക്കണം, വിട്ടുമാറാൻ പാടില്ല. അവിടെയാണ് വിശ്വാസത്തിൻ്റെ കരുത്ത് നാം വെളിപ്പെടുത്തുന്നത്. അപ്പം കർത്താവ് പറഞ്ഞു, വിശ്വാസികളായിരിക്കുന്നവർ, ദരിദ്രരായവർ വിശ്വാസത്തിൽ സമ്മതരാണെന്നുള്ളത്. നമുക്ക് ഈ ദിവസങ്ങളിൽ ദരിദ്രമായിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് നൽകട്ടെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാതെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ ഉദാഹരണം പറയാം. നിങ്ങൾക്ക് ഇഷ്ടംപോലെ പൈസയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളൊരു വീട് പണിയുമ്പോൾ അതുപോലെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പൈസ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾക്കൊരു കോൺട്രാക്ടറെ കണ്ട് സ്ക്വയർ ഫീറ്റിന് എത്ര രൂപ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ താക്കോല് വാങ്ങിച്ച് കയറി താമസിച്ചാൽ മതി, പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇല്ലാത്തൊരാളാണെങ്കിൽ എന്ത് ചെയ്യും? അതിന് ആദ്യം മുതലേ കരച്ചിലും പ്രാർത്ഥനയുമായി. പ്രാർത്ഥിക്കാതെ പറ്റത്തില്ല. ആണ് ആശ്രയം. ഞാൻ പറഞ്ഞത്, നമ്മൾ സമ്പന്നരായി കഴിഞ്ഞാൽ നമ്മൾ അത്ര ആശ്രയിക്കത്തില്ല. നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ട്, ഏത് ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കാൻ കഴിയുമെങ്കിൽ അത്രയും പ്രാർത്ഥിക്കത്തില്ല. ആ രോഗം വരുമ്പോഴേ പോകും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ആവോളം പ്രാർത്ഥിച്ചുകൊണ്ട്, ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാമെന്നല്ല, ഇൻഷുറൻസ് എടുക്കുക എന്നല്ല, അതെല്ലാം വേണം. വീട് പണിയാൻ ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഇൻഷുറൻസ് ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ എനിക്കുണ്ട്. ഞാനത് പറഞ്ഞതിപ്പം
എനിക്ക് വീടില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, എനിക്കിതെല്ലാം ദൈവങ്ങളുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് ഇതെല്ലാം പ്രാപിക്കുമ്പോൾ ഇതിൻ്റെ പുറകിൽ കരച്ചിലുണ്ട്. ഇല്ലാത്തൊരാൾ അതിൻ്റെ രീതിയിലേക്ക് വരുമ്പോൾ കരഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഉപവസിച്ചുമാണ് പലതും നേടിയെടുക്കുന്നത്. മക്കളുടെ വിവാഹം, തലമുറകൾ, എല്ലാവർക്കും വിവാഹം കഴിക്കുമ്പോൾ കുഞ്ഞുങ്ങളുണ്ടാകും. സന്തോഷം, ദൈവം കൊടുത്തതിനാ നന്ദി. ചിലപ്പോൾ നമുക്ക് താറ്റത്തില്ല. എന്തിനു വേണ്ടിയാ? അന്ന് മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങും. സ്ഥിരമായി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരു ദിവസം പോലും പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് ആ വേദനയുണ്ട് പ്രാർത്ഥിക്കാൻ. വിവാഹം നടക്കുന്നില്ല, വിദ്യാഭ്യാസത്തിൻ്റെ വിഷയങ്ങൾ, ജോലിയുടെ വിഷയങ്ങൾ, തടസ്സങ്ങൾ എല്ലാം വരുമ്പോൾ നാം എന്തു ചെയ്യും? നാം പ്രാർത്ഥിക്കും. ദൈവത്തോട് അതിനാണ് നമുക്ക് ദൈവത്തെ പിരിഞ്ഞ് ഒരു ദിവസം പോലും, ബാക്കി പറയാമോ, നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല. അതാണ് കഥ പറഞ്ഞത്, നിങ്ങൾക്ക് എന്നെ പിരിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റും, അവർ ചെയ്യും. വീടും പണിയും, കുഞ്ഞുങ്ങൾ തലമുറ ഉണ്ടാകും, എല്ലാം ഉണ്ടാകും. പ്രിയപ്പെട്ട എല്ലാം, ഞാൻ പറഞ്ഞത് ഇല്ലെന്നല്ല പറഞ്ഞത്. എല്ലാവർക്കും തലമുറയില്ലാത്തല്ല ഞാൻ പറഞ്ഞതിൽ കുറവുകൾ വരുന്നത്, എൻ്റെ ജീവിതത്തിൽ കുറവ് വരുന്നത് എനിക്ക് അവനെ പിരിഞ്ഞൊന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ്. അവനിൽ കൂടുതൽ ആശ്രയിക്കാൻ വേണ്ടിയാ, പിന്മാറിപ്പോകാനല്ല. അതുകൊണ്ട് വിശ്വാസി ഭാരവും പ്രയാസവും ദുഃഖമൊക്കെ വരുമ്പോൾ പിന്മാറിപ്പോവുകയല്ല. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമല്ലേ എന്ന് ചോദിച്ച് പറഞ്ഞുകൊണ്ട് പിന്മാറിപ്പോകരുത്. എന്തിനാ എനിക്ക് ഇത്ര കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് രോഗം വരും, പ്രയാസങ്ങൾ വരും, വിശ്വാസങ്ങൾക്ക് ഒരുപാട് ശോധനകൾ വരും. അപ്പോൾ അവിടെ പിന്മാറിപ്പോവുകയല്ല. എൻ്റെ ദൈവം എനിക്കിതിൽ നിന്ന് വിടുതൽ നൽകും. എൻ്റെ ദൈവം എന്നെ കൈവിടുകയില്ല. അവനിൽ കൂടുതൽ ആശ്രയിക്കാൻ വേണ്ടിയാണ്. എൻ്റെ ദൈവം എന്നെ കൂടുതൽ സ്നേഹിക്കാൻ വേണ്ടിയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. കൂടുതലായി ദൈവത്തെ സ്നേഹിപ്പാൻ ദിവസങ്ങളിൽ നമുക്ക് പിന്നെയും കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. എല്ലാം സ്വസ്ഥമാണ്, എല്ലാം ഒരു കുഴപ്പമില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളിലും ദൈവത്തിൽ നിന്ന് അകൽച്ച ഉണ്ടാകും. എന്നാൽ നമുക്ക് ദൈവത്തെ കൂടാതെ ഒരിക്കലും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഓക്സിജൻ ഇല്ലാതെ ജീവിക്കാൻ കഴിയത്തില്ല എന്നതുപോലെ നമ്മുടെ കർത്താവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ നമ്മെ ആക്കിയെടുത്തിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടമാണ്, ദൈവത്തിൻ്റെ ഹിതമാണ്. പരാജയപ്പെടാനല്ല, നൽകാതിരിക്കാൻ വേണ്ടിയല്ല, നാം തലകുനിക്കാൻ വേണ്ടിയല്ല. ദൈവം അതതിൻ്റെ സമയത്ത് എല്ലാം ഭംഗിയായി ചെയ്യും. എത്ര പേർ വിശ്വസിക്കുന്ന രാത്രിയിൽ എൻ്റെ ദൈവം എല്ലാം അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യും. നാം കൂടുതലായി ഇനിയും അത് നമുക്ക് ലഭിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ കർത്താവ് തന്നെയാണ്. ഒരുപക്ഷേ നാം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്ന ദിവസവും നമ്മുടെ പ്രാർത്ഥനയുടെ വിഷയങ്ങൾ പരിഹരിക്കപ്പെട്ട് കാണത്തില്ലായിരിക്കാം. പക്ഷേ ഇന്ന് രാത്രി ഞാൻ പറയാം പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നമ്മളെ ലജ്ജിപ്പിക്കത്തില്ല, നമ്മൾ തലകുനിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. അവന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നവരെ അവൻ കരുതുന്ന ദൈവമാണ്, മറ്റു മുമ്പിൽ ആദരിക്കുന്ന ദൈവമാണ്. നമ്മുടെ ശ്രേഷ്ഠത ദൈവം വെളിപ്പെടുത്തുന്ന ദൈവമാണ്. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന കഷ്ടങ്ങൾ, ക്രിസ്തുവിലേക്ക് വരുമ്പോഴുള്ള പ്രയാസങ്ങൾ നമ്മളെ തേജസ് പ്രാപിക്കാൻ വേണ്ടിയാണെന്നുള്ളത് വെളിപ്പെടുത്തിയിരിക്കുമ്പോൾ, സ്ത്രീ വളരെ വേദനപ്പെട്ടൊരു ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചത് സർവ്വസൃഷ്ടിയുടെ ആദിഫലമായിരിക്കുന്ന ആൺകുഞ്ഞിനെ പ്രസവിച്ചതോട് ബന്ധത്തിലാണ്. ആ സ്വാതന്ത്ര്യത്തിലേക്ക്, സർവ്വസ്വാതന്ത്ര്യത്തിലേക്ക് അതിൻ്റെ അർത്ഥം, സ്വാതന്ത്ര്യം പറഞ്ഞാൽ ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ, അവൻ്റെ സിംഹാസനത്തിരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന തേജസ്സാകുന്ന സ്വാതന്ത്ര്യം. ആ പുത്രന്റെ തേജസ്സുള്ളവർക്ക് മാത്രമേ പിതാവിൻ്റെ അടുത്ത് പോയി ഇരിക്കാൻ കഴിയത്തുള്ളൂ. അതാണ് സ്വാതന്ത്ര്യം, അതാണ് നമ്മുടെ വിടുതൽ. അതാണ് നമ്മളെ ദ്രവത്തിൽ നിന്ന് വിടിവിച്ച് നമ്മെ സ്വാതന്ത്ര്യം നൽകി എവിടം വരെ നമുക്ക് എല്ലാം സാധിക്കും. ആ സ്വർഗത്തിൽ പിതാവാം ദൈവത്തിന്റെ സിംഹാസനത്തിനടുത്തിരിക്കുവാൻ, പുത്രനോട് കൂടിയിരിക്കാനുള്ള അത്രമാത്രം അടുത്ത ബന്ധം ഒരു സൃഷ്ടിക്കുമില്ല, മറ്റാർക്കും ലഭിക്കത്തുമില്ല. ഒരു കൂട്ടർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. കഴിഞ്ഞ 2000 വർഷമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പണിതെടുക്കുന്ന ആഗോള സഭയിൽ നിന്ന് ജയാളികളായി ലോകത്തുനിന്ന് മാറ്റപ്പെട്ടവർ കർത്താവിന്റെ കാഹളം ധനിക്കുമ്പോൾ അവർ പുനരുത്ഥാനം പ്രാപിക്കും. ആ സമയത്ത് ആ നിലവാരത്തിൽ ജീവിക്കുന്നവർ മാത്രം രൂപാന്തരപ്പെടും. അവർ ഒരുമിച്ച് ഒരാൺകുട്ടിയായി കർത്താവിന്റെ ശ്വാസമാകുന്ന ആ വചനം അയക്കുന്ന സമയത്താണ് സൃഷ്ടിക്കപ്പെടുന്നത്. നമുക്കറിയാം, ഒരു കാഹളം ഊതുമ്പോൾ അതിൽ ശ്വാസമാണ് ഊതുന്നത്. അതാണ് കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി ഇറങ്ങി വരും. ദൈവത്തിന്റെ കാഹളത്തിൽ നിന്ന് ദൈവമാണ് തൻ്റെ ശ്വാസം അയക്കുന്നത്. ആ ശ്വാസം അയക്കുമ്പോഴാണ്, അതാണ് നമ്മെ പുനരുത്ഥാനവും രൂപാന്തരവും വരുത്തി നമ്മെ തേജസ്സുള്ളവരാക്കി മാറ്റുന്നത്. അവന്റെ ഊത്തിനാലാണ് ആകാശത്തിലെ നക്ഷത്രങ്ങൾ ശോഭിച്ചിരിക്കുന്ന ഇയ്യോബിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുകയാണെങ്കിൽ, നാം
ജഡത്തിൽ നിന്ന് അതിലവിത്യത്തിൽ നിന്ന് ജയാളികളായി പുനരുത്ഥാനം പ്രാപിച്ചും രൂപാന്തരപ്പെട്ടും വരുന്ന സമയത്ത് ഈ പുത്രന്റെ ശ്വാസം നമ്മളിലേക്ക് പകരുമ്പോഴാണ് നാം തേജസ്സുള്ളവരായി ശോഭിച്ച് അവന്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നത്. ആ സംഭവത്തെയാണ് ഇവിടെ ആൺകുട്ടിയെ പ്രസവിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. അതാണ് കഥാവതാൻ ഗംഭീരനാഥോടും ഗംഭീരനാഥം എന്നുള്ളത് അത് പിതാവാം ദൈവം ഡിക്ലെയർ ചെയ്യുന്നതാണ്. സ്വർഗാസ്വർഗത്തിൽ മർമ്മമായിട്ടിരിക്കുന്ന വിഷയമാണ്. മണവാട്ടി സഭയുടെ അംഗങ്ങൾ എത്രയാകുമെന്നുള്ളത് ആർക്കും അറിയത്തില്ല. അത് പിതാവാം ദൈവം ഡിക്ലെയർ ചെയ്യും എത്രയാണെന്നുള്ളത്. എൻ്റെ പുത്രനോട് ചേരാനുള്ള എണ്ണമെത്ര തികയുന്നത് പ്രഖ്യാപിക്കപ്പെടുന്നതാണ് കർത്താവിൻ്റെ ഗംഭീരനാഥം, ദൈവത്തിൻ്റെ ഗംഭീരനാഥം. പ്രധാന ദൂതന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ പ്രധാന ദൂതൻ തൻ്റെ സൈന്യത്തിന് മീഖായേൽ ഓർഡർ കൊടുക്കും റെഡിയാകാൻ മധ്യാകാശ യുദ്ധത്തിന് വേണ്ടിയിട്ട്. ആ സമയത്താണ് പുത്രനാണ് യേശു ക്രിസ്തു തൻ്റെ കാഹളം ഊതുന്നത്. ആ കാഹളത്തിന്റെ ശബ്ദത്തിലാണ് നാം എന്ത് ചെയ്യുന്നത്? നാം രൂപാന്തരവും പുനരുത്ഥാനവും തേജസ്സും പ്രാപിച്ച് പരിശുദ്ധാത്മാവിനാൽ സ്വർഗാസ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് കഥാവതാൻ ഗംഭീരനാഥത്തോടും പ്രധാനതയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടു കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇതിൽ തെളിവെടുത്ത് അത് നമുക്ക് അറിയാവുന്ന, കാണാൻ എല്ലാവർക്കും അറിയാവുന്ന. അത് സംഭവിക്കുന്ന 3 കാര്യങ്ങളാണ്. പിതാവാം ദൈവത്തിന്റെ ശബ്ദം അത് സ്വർഗത്തിൽ വ്യാപരിക്കും, ഭൂമിയിൽ പരിശുദ്ധാത്മാവിന് കണക്ഷൻ അത് കിട്ടും, റെഡിയാകും. ഇന്നുവരെയും സ്വർഗം തയ്യാറായിക്കൊണ്ടിരിക്കുക. ആലോചനയാകുന്ന ആത്മാവാം ദൈവം ആലോചന വെളിപ്പെടുത്തും. ലോകസ്ഥാപനത്തിന് മുമ്പ് ആ വെച്ചിരുന്ന ആലോചന പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും അറിയാം. ഇതാണ് ആലോചന ഉള്ളത്. എന്നാൽ അത് ഡിക്ലെയർ ചെയ്യുന്നത് ആത്മാവാം ദൈവമാണത്. പുത്രനിലൂടെ അത് പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും. ഇവിടെ സഭയെ ഒരുക്കി കൊണ്ടുപോകാനുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പരിശുദ്ധാത്മാവ് തയ്യാറായി നിൽക്കുകയാണ്. ഇന്ന് രാത്രി നമ്മെ ഒരുക്കിയെടുക്കുന്ന ദൈവസ്ഥാനം ഇത് വളരെ ഭൂമിയിലും സ്വർഗത്തിലും മധ്യാകാശം നടക്കുന്ന 3 സംഭവങ്ങളാണ്. കർത്താവിൻ്റെ മധ്യാകാശ വരവുകൾ നടക്കുന്ന 3 സംഭവങ്ങളാണ്. അതിൽ ഒന്ന് സ്വർഗത്തിൽ ഡിക്ലെയർ ചെയ്യുന്ന സംഭവമാണ്. സ്വർഗത്തിൽ പ്രഖ്യാപനമുണ്ടാകും. പിതാവിന്റെ വലത്ത് ഭാഗത്തേക്കിന്റെ പുത്രൻ അതിനുവേണ്ടി കാത്തിരിക്കുക. അവിടെ മീഖായേലും സൈന്യവും കാത്തിരിക്കുക. പിതാവാൻ ദൈവം അത് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ മീഖായേൽ തന്റെ സൈന്യത്തെ തയ്യാർ ചെയ്യും. നമുക്കറിയാം എന്തിനു വേണ്ടി അറിയാമല്ലോ. കഴിഞ്ഞ സമയം ചിന്തിച്ചു. മഹാസർപ്പം അവന്റെ മുഴുബലം അന്നാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അവന് മഹാസർപ്പം വെളിപ്പെടുത്തുന്നത്. അവിടെ പാമ്പായി വെളിപ്പെട്ടു, ആൾക്കാരെ മുഴുവൻ കൂട്ടി മനുഷ്യരെ ഇരകളാക്കി തീർത്തു. അതുപോലെ തന്നെ ദൂതന്മാരെ വശീകരിച്ചും വഞ്ചിച്ചും അതുപോലെ ഭൂതാത്മാക്കളെയൊക്കെ ഇവിടെ ഉണ്ടായി. അവന്റെ സാമ്രാജ്യത്തെ വളർന്ന അവസാനം അവനോട് ചേരാനുള്ള ആ പരദീസിലുള്ള പ്രഭാനക്ഷത്രത്തിൽ 3 കൂടി വലിച്ചിടുമ്പോൾ അവന്റെ മുഴു സാമ്രാജ്യത്വം പ്രബലപ്പെട്ട് കാണിക്കുന്നതാണ് മഹാസർപ്പത്തെ വെളിപ്പെട്ട് നിൽക്കുന്നത്. ദൈവസഭയുടെ പുനരുത്ഥാനം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവൻ ഭൂമിയിൽ അവന്റെ സൈന്യത്തെ വിന്യസിപ്പിക്കുന്നതാണ്. പ്രഭാനക്ഷത്രത്തിൽ 3 ഇവിടേക്ക് അയക്കുന്നത്. അവൻ അവിടെ വാ പിളർന്ന് നിൽക്കുകയാണ്, അവനും അവന്റെ ദൂതന്മാരും. എന്തിനു വേണ്ടിയാണ്? ഈ ആൺകുട്ടിയെ വിഴുങ്ങിക്കളയാൻ വേണ്ടി. അവൻ അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് പറഞ്ഞ് ഇവിടെ ചുറ്റിത്തിരിക്കുകയാണെങ്കിൽ ഈ സന്ദർഭം വരുമ്പോൾ ഒന്നിച്ച് വിഴുങ്ങിക്കളയാൻ വേണ്ടി അവൻ വാ പിളർക്കും. പക്ഷേ അവിടെ യുദ്ധമുണ്ടാകുന്നത് കൊണ്ട് ആ സമയത്ത് മിണ്ടരുതെന്നുള്ള ആ മീഖായേലിന്റെ ശബ്ദത്തിന് മുമ്പിൽ ഇവൻ അനങ്ങത്തില്ല. അവിടുന്ന് അവന്റെ ദൂതന്മാരെയും തള്ളിയിടും. ഇവിടുന്ന് പരിശുദ്ധാത്മാവ് അതിവേഗത്തിൽ ഞൊടിയടയ്ക്കുള്ളിൽ അത് ഈ സമയത്ത് സംഭവിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് നാം എത്തേണ്ട സ്ഥലത്തെത്തും. നമ്മുടെ കർത്താവ് സ്വർഗത്തുനിന്ന് അവനും മീഖായേലും ദൂതന്മാരും മധ്യാകാശത്തിലേക്ക് ഇറങ്ങി വരും. അവൻ ഇറങ്ങി വന്ന് നമ്മെ ചേർത്തുകൊണ്ട് ആ സ്വർഗാസ്വർഗത്തിലേക്ക് കടന്നു പോകും. അവനോടുകൂടെ നാം എപ്പോഴും ഇരിക്കും. അല്ലാതെ മണിയറയിലേട്ടല്ല പോകുന്നത്. മണവാട്ടി എടുത്ത് മധ്യാകാശത്ത് ഒരു മണിയറ വെച്ചിട്ട് കർത്താവ് സന്നിധിയിലേക്ക് പോവുകയല്ല ചെയ്യുന്നത്. കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ നാം എപ്പോഴും അവനോട് കൂടെ ഇരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്? അവനോട് കൂടെ എപ്പോഴും ഇരിക്കും. ഇങ്ങനെ നാം എപ്പോഴും അവനോട് കൂടിയിരിക്കും. അപ്പോൾ ഈ ആൺകുട്ടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവനോട് കൂടെ നാം എപ്പോഴും അവനോട് കൂടിയിരിക്കും. പല മണിയറയെ വെച്ചിട്ട് മണവാളൻ സ്വർഗാസുഖത്തിലേക്ക് പോവുകയല്ല ചെയ്യുന്നത്. അത് എവിടേക്കാണ് പോകുന്നത് വെച്ചാൽ ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്
നാം അവനോട് കൂടെ ഇരിക്കുമെന്നാണ് പറയുന്നത്. തെസ്സലോനിക്ക ലേഖനത്തെ തെസ്സലോനിക്ക ലേഖനത്തെ പറയുന്നത് ഇങ്ങനെ നാം എപ്പോഴും അവനോട് കൂടെ ഇരിക്കും. അപ്പോൾ ഇരിക്കുമെന്ന് പറഞ്ഞാൽ അത് ഈ കൊണ്ടുപോകുന്ന മണവാട്ടി സഭയെ കർത്താവിനോട് കൂടെ അവൻ്റെ സിംഹാസനത്തിരിക്കാൻ വേണ്ടിയാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് വെളിപ്പെടുത്തുന്നു. പിന്നെ കർത്താവ് രക്ഷിതാവായിട്ട് വരുന്നതിനെക്കുറിച്ച് നമുക്കറിയാം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. യേശു ക്രിസ്തു രക്ഷിതാവ് വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഫിലിപ്പിയ ലേഖനം 3:20-21 വാക്യം വായിച്ചപ്പോൾ മനസ്സിലായി. അതെ, നമ്മെ അവനോട് സദൃശ്യപ്പെടുത്തുവാൻ ഇടയായിത്തീരും. അപ്പോൾ നമ്മെ അന്ന് ഈ പറയുന്ന കർത്താവ് നമ്മെ എടുത്ത് സ്വർഗാസ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അവനോടുകൂടെ നാം എന്നും ഇരിക്കും എന്നുള്ളത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലായതുകൊണ്ട് ഈ സംഭവം നടക്കുന്ന സമയത്ത് നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ മണവാട്ടിയാകുന്ന തികവ് പ്രാപിക്കുന്ന സഭ അവനോടുകൂടെ എടുക്കപ്പെട്ട് അവനോടുകൂടെ എന്നേക്കും സിംഹാസനത്തിരിക്കും. അതാ പറയുന്ന 1 തെസ്സലോനി 4-15-17 വാക്യങ്ങൾ നിറവേറപ്പെടാൻ പോകുകയാണ്. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിത്യ കൊണ്ടവർക്ക് മുമ്പാകിയില്ല എന്ന് ഞങ്ങൾ കർത്താവ് വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. യേശുമായിട്ടുള്ള സമാഗമം, അവനെ നാം ഇവിടുന്ന് പരിശുദ്ധമായി ഒരുക്കിയെടുക്കുന്ന മണവാട്ടി ഒരു ആൺകുട്ടിയായി മധ്യാകാശത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടേക്ക് സ്വർഗത്തിൽ നിന്ന് ആത്മമണവായിരിക്കുന്ന ക്രിസ്തുവും അവനോടുകൂടെ ഇറങ്ങി വരുന്ന മീഖായേലും സൈന്യവുമായി അവിടേക്ക് ഇറങ്ങി വരും. മീഖായേലും സൈന്യവും യുദ്ധം ചെയ്യാൻ വേണ്ടി അവിടെ നിൽക്കുമ്പോൾ പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പരിശുദ്ധാത്മാവും ഇവിടുന്ന് കൊണ്ടുപോകുന്ന ആൺകുട്ടിയാകുന്ന നമ്മയും ആത്മമണവാളിൽ സ്വീകരിച്ചുകൊണ്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കും. അവൻ്റെ വലത്ത ഭാഗത്ത് നമ്മെ ഇരുത്തും. ഇതാണ് ദൈവം നിറവേറപ്പെടാൻ പോകുന്നത്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 5-ാം വാക്യത്തിൻ്റെ വ്യാഖ്യാനം ഇതാണ്. അപ്പോൾ നാം എടുക്കപ്പെടും. എപ്പോഴും കർത്താവിനോട് കൂടിയിരിക്കും. എവിടെയാണ് കർത്താവ് ഇരിക്കുന്നത്? പിതാവിൻ്റെ വലത്ത ഭാഗത്താണ് ഇരിക്കുന്നത്. കർത്താവ് പറഞ്ഞു, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ വന്ന് നിങ്ങളെ ഞാൻ ഇരിക്കുന്നത് നിങ്ങളെ എന്നോടുകൂടി ഇരുത്തുമെന്നാണ് പറയുന്നത്. കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ബോഷ്ക്ക് പറയുന്ന ദൈവമല്ല. അല്ലാതെ കർത്താവ് പറഞ്ഞില്ല ഞാൻ നിങ്ങളെ കൊണ്ട് മണിയറ ഇരുത്താന്ന് പറഞ്ഞില്ല. അവിടെ കൊണ്ട് ഒരുക്കാമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. ഇവിടുന്ന് ഒരുക്കി കൊണ്ടുപോകും പരിശുദ്ധന്മാവും. പിന്നെ അവിടെ കൊണ്ടുപോയി ഒരുക്കമൊന്നുമില്ല. അവിടെ മണിയറയെ കൊണ്ടുപോയി പ്രത്യേകം ഒരുക്കമൊന്നുമില്ല. സംഗീതത്തിൽ പറയുന്ന അന്തഃപുരത്തിലെ രാജകുമാരിയെ കുറിച്ച് പറയുന്ന കഥ രാജഭരണം ഏറ്റെടുക്കുമ്പോഴുള്ള എഴുന്നള്ളത്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ദൈവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അതുകൊണ്ട് കാഹളം ധരിക്കും മരിച്ചവർ അക്ഷയവർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. 1 കൊരിന്ത്യർ 15:52. ഇങ്ങനെ ക്രിസ്തുയേശുവിൻ്റെ സിംഹാസനം മധ്യാകാശത്തിലല്ല, സ്വർഗാസ്വർഗത്തിൽ പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്താണ്. അവിടേക്കാണ് ജയാളിയായ ആൺകുട്ടിയായി എടുക്കപ്പെടുന്ന സഭ എത്തിച്ചേരുന്നത്. ഇവിടെ കയറി വരിക എന്ന ശബ്ദത്തിൽ അല്ല ജയാളികർ സ്വർഗാസ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത്. പിന്നെയോ യേശു എന്ന ആത്മമണവാളൻ ഇറങ്ങി വന്ന് മധ്യാകാശത്ത് ഇറങ്ങി വന്ന് നമ്മെ എതിരേൽക്കും. അവൻ നമ്മളെ എതിരേൽക്കാൻ വേണ്ടി വരും. നാം അവനെ എതിരേൽക്കാൻ വേണ്ടി പോകുന്നു. പുത്രനായിരിക്കുന്ന ക്രിസ്തു നമ്മെ എതിരേറ്റുകൊണ്ടാണ് സ്വർഗാസ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത്. അപ്പം നാം ശ്രേഷ്ഠതയുള്ളവരാണ് കേട്ടോ. നാം അതിശ്രേഷ്ഠതയുള്ളവരാണ്. രാത്രിയിൽ സന്തോഷത്തോടെ വേണം കിടന്നുറങ്ങാനായിട്ട്. നല്ല ദർശനങ്ങൾ കണ്ടു വേണം ഉറങ്ങാനായിട്ട്. നമുക്ക് ലഭിക്കുവാൻ പോകുന്ന തേജസ്സിൻ്റെ ഘനം ഓർക്കുമ്പോൾ നാം എത്രമാത്രം സന്തോഷിക്കണമെന്നറിയാമോ? ഇന്ന് രാത്രിയിൽ നിരാശയോടെയല്ല കിടക്കേണ്ടത്. വിശ്വാസത്തിൽ വന്നതിൻ്റെ വേദനയല്ല ഉണ്ടായിരിക്കേണ്ടത്. സന്ദേശം കേൾക്കുമ്പോൾ എല്ലാ ദിവസവും കിടക്കുമ്പോൾ സന്തോഷത്തോടെ കിടക്കണം, പ്രത്യാശയോടെ കിടക്കണം. ഒരുപക്ഷെ നാം ഉറങ്ങി എഴുന്നേൽക്കുന്ന മുമ്പായി കാഹളം ധ്വനിച്ചാൽ രൂപാന്തരപ്പെടണം. അതല്ല നാം കിടന്നിട്ട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, നാം സന്തോഷമുള്ളവരായിരിക്കണം.
അവനോട് കൂടെ ഇരിക്കാൻ വേണ്ടി പുനരുത്ഥാനം പ്രാപിക്കുന്നവരായിരിക്കണം ഞാൻ നിങ്ങൾ. അതുകൊണ്ട് നമ്മുടെ ജീവിതം നാം ജീവിച്ചാലും മരിച്ചാലും നാം ക്രിസ്തുവിനുള്ളവരാകുന്നു. നാം ജീവിച്ചിരുന്നാലും മരിച്ചാലും നാം ആർക്കുള്ളവനാണ്? നാം ക്രിസ്തുവിനുള്ളവരാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവെങ്കൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവെങ്കൽ. ക്രിസ്തുവിനുള്ളവർ അവരെ ആരാണ് ക്രിസ്തുവിനുള്ളവർ? അവർ ജഡത്തെ എൻ്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ക്രിസ്തുവിനുള്ളവരാണ് ജയാളികളായിട്ടുള്ളവർ. ക്രിസ്തുവിനുള്ളവരാണ് അവൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുന്നത്. ക്രിസ്തുവിനുള്ളവരായി തീരുവാൻ വേണ്ടി ഇന്ന് രാത്രി ക്രിസ്തുവിനുള്ളവർ ഞാൻ മന്ദിരത്തിൻ്റെ ഭാഗമായി തീരുവാനുള്ളവർ. ക്രിസ്തുവിനുള്ളവരാണ് മന്ദിരം. അവരാണ് മന്ദിരത്തിനോട് ചേരാനുള്ളവർ. 60 മേനിക്കാർ നഗരത്തിൻ്റെ ഭാഗമാണ്. 30 മേനിക്കാർ പുതിയ ആകാശ പുതിയ ഭൂമിയുടെ ഭാഗമാണ്. അവർ തേജസ്സോളം. എന്നാൽ യേശു ക്രിസ്തുവിനുള്ളവർ അവനായി വേർതിരിക്കപ്പെട്ട മണവാട്ടി സഭയിലെ അംഗമാണെങ്കിൽ രാത്രി പൂർണ്ണമായിട്ടും അവനായി വേർതിരിക്കപ്പെട്ട് സന്തോഷമുള്ള ഹൃദയത്തോടെ യേശുവിനെ സ്നേഹിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് അവൻ്റെ വചനത്തെ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് ക്രിസ്തുവിനുള്ളവർ. ക്രിസ്തുവിനുള്ളവർ എന്ന് പറഞ്ഞ അർത്ഥം മന്ദിരത്തിൻ്റെ ഭാഗമാണ്. ഇതേക്കുറിച്ചാണ് യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ പ്രവചിച്ചത്. ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ എന്ന ചോദ്യമാണ്. അവിടെ യെശയ്യാവിൻ്റെ പ്രവചനം 65 അധ്യായത്തിലാണ് ആ ചോദ്യം. 66 അധ്യായത്തിലാണ് ആ ചോദ്യമുള്ള 8 വാക്യം. അതിൻ്റെ 7-8 വാക്യങ്ങൾ. നോവ് കിട്ടും മുമ്പ് അവൾ പ്രസവിച്ചു, വേദന വരും മുമ്പ് അവൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ഈ വക ആർ കേട്ടിട്ടുള്ളൂ? ഇങ്ങനെയുള്ളത് ആർ കണ്ടിട്ടുള്ളൂ? ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ? ഒരു ജാതി ഒന്നായിട്ട് തന്നെ ജനിക്കുമോ? അതാണ് ചോദ്യം. 2 ചോദ്യം. അതിനുശേഷം സിയോനോ നോവ് കിട്ടിയ ഉടനെ തൻ്റെ മക്കളെ പ്രസവിച്ചിരിക്കുന്നത് മറ്റൊരു പുനരുദ്ധാനത്തെക്കുറിച്ചാണ്. ഈ ചോദ്യത്തിന് ഉത്തരം അന്ന് അവർ കണ്ടുപിടിച്ചില്ല. അവർക്ക് ചോദ്യമായിട്ടിരിക്കുക. ഇങ്ങനെയുള്ളത് ആർ കണ്ടിട്ടുള്ളൂ ഉള്ള ചോദ്യങ്ങൾ ക്രിസ്തുവിനെ കുറിച്ചും ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ പ്രസ്താവിച്ച ആർ കേട്ടിട്ടുള്ളൂ, ഞങ്ങൾ പറഞ്ഞത് ആർ വിശ്വസിച്ചിരിക്കുന്നത് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ചോദിക്കുകയാണ്, വേദന വരും മുമ്പ് അവൾ പ്രസവിച്ചു, നോവ് കിട്ടും മുമ്പ് അവൾ പ്രസവിച്ചു. വേദന വരും മുമ്പേ അവൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ഈ വകയാ കേട്ടിട്ടുള്ളൂ? ഇങ്ങനെയുള്ളത് ആർ കണ്ടിട്ടുള്ളൂ? ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ? പിറക്കും. ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കും. ഏതാണ് ആ ദേശം? കനാൻ ദേശമല്ല. ആ ദേശം സ്വർഗീയ യെരൂശലേമാകുന്ന പുതിയ യെരൂശലേമിലെ മന്ദിരമാകുന്ന ക്രിസ്തുവിനോട് ചേരുവാനുള്ള ആ ദേശം, ആ സ്ഥലം, അതിനെയാണ് അതിവിശുദ്ധ സ്ഥലത്തെയാണ് ഒരു ദേശം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രാകാരം വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിവിശുദ്ധ സ്ഥലം ഒറ്റ ദിവസം കൊണ്ട് അത് പൂർത്തീകരിക്കപ്പെടുക വേണ്ടിക്കുള്ളത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവൾ പ്രസവിച്ചു, വേദന വരും മുമ്പ് അവളുടെ ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ഈ വകയാർ കേട്ടിട്ടുള്ളൂ? ഇങ്ങനെയുള്ളത് ആർ കണ്ടിട്ടുള്ളൂ? ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ? പിറക്കും. നമ്മളത് തെളിവെടുക്കുന്നത് വെളിപ്പാട് ദിവസം 12 അധ്യായം 5 വാക്യം. വേദനപ്പെട്ട് പ്രസവിക്കുന്നതിനെ കുറിച്ച് വെളിപ്പാട് ദിവസം 12 അധ്യായം 1 മുതൽ വായിച്ചാൽ മതി. അവൾ വേദനപ്പെട്ട് നിലവിളിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. റോമർക്കെതിരെ 8 അധ്യായത്തിൽ വെച്ച് അത് സർവ്വസൃഷ്ടികളുടെ ഈറ്റുനോവോടിരിക്കുന്നതാണ് വേദന. അതല്ലാതെ ഇവിടെ പറഞ്ഞിരിക്കുന്ന വേദനയല്ല. അതുകൊണ്ട് പറയുന്നത് അവൾ നോവ് കിട്ടും മുമ്പ് അവൾ പ്രസവിച്ചു, വേദന വരും മുമ്പേ അവൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ഈ വക ആർ കേട്ടിട്ടുള്ളൂ? രാത്രി പറയണം, ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അന്നത് ചോദ്യമായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ വിശ്വാസ കരമുയർത്തി പറയണം, ഞങ്ങളത് കേട്ടിട്ടുണ്ട്. അതെ, ഞങ്ങളത് കേട്ടിട്ടുണ്ട്. അവൾ മേധയുള്ള യെരൂശലേം വേദന വരും മുമ്പ് അവൾ പ്രസവിക്കും, വേദന വരും മുമ്പ് അവൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കും. അത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ അതിന്റെ ഭാഗമാണ്. ഗ്ലോറി ടു ജീസസ്. ആ ചോദ്യത്തിന് ഉത്തരം ഞാനും നിങ്ങളുമാണ്. നമ്മൾ ഓരോരുത്തരുമാണ് ആ ചോദ്യത്തിന് ഉത്തരം. ഇതിനകത്ത് എത്ര പേർക്ക് പറയാൻ കഴിയും? അതെ, ഈ ചോദ്യം അന്ന് പഴയ നിയമത്തിൽ ചോദ്യമാണെങ്കിൽ ഇതിനകത്ത് പറഞ്ഞു, ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഞങ്ങളാണ് ആൺകുട്ടി, ഞങ്ങളാണ് ഒരു ദിവസം കൊണ്ട് എടുക്കപ്പെടാൻ പോകുന്നത്, ഞങ്ങൾ അതെ അവിടെ എത്തിച്ചേരും. ഇതിനു മുമ്പായി
ഇവിടെ ഈറ്റുനോവും ഉണ്ടാകത്തില്ല, പ്രസവവേദന ഉണ്ടാകത്തില്ല. അതിൻ്റെ അർത്ഥം രണ്ട് കാര്യങ്ങളാണ്. എന്താണെന്നുള്ളത് ഇന്ന് രാത്രിയിൽ അതും കൂടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചില സന്ദർഭങ്ങളിൽ നമ്മളിതേക്കുറിച്ച് തെറ്റിദ്ധരിക്കാറുണ്ട്. ഇവിടെ വേദന വരും മുമ്പ് എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്, നോവ് കിട്ടും മുമ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ഈറ്റുനോവിനോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. വേദന എന്ന് പറയുന്നത് പ്രസവവേദനയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി സിമ്പിളായിട്ട് ഞാൻ വേഗത്തിൽ പറയാം. ഇതേക്കുറിച്ച് പലതായിട്ടുള്ള മാറ്റങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരാറുണ്ട്. പക്ഷേ എങ്കിലും ഞാനതേക്കുറിച്ച് കാര്യമായി പഠിച്ചു കഴിഞ്ഞപ്പോൾ, മത്തായി സുവിശേഷം 24-ാം അധ്യായം പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അതേക്കുറിച്ച് വളരെ കാര്യമായൊരു കാര്യം മനസ്സിലാക്കിയത്, കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ വചനവുമായി പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ നോവ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. 24-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറഞ്ഞു, എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭമത്രേ. അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എൻ്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പാക്കിക്കും. ഇപ്പോൾ അത് അവിടെ ഇവിടെയൊക്കെ തുടങ്ങിയിട്ടുള്ളൂ. ഇതൊന്നും അല്ല. അന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇത് സംഭവിക്കുന്ന ഈറ്റുനോവിൻ്റെ സമയം എതിർ ക്രിസ്തുവിൻ്റെ ഭരണാരംഭത്തെങ്കിലാണ് ഈറ്റുനോവ് ആരംഭിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ ചില സന്ദർഭങ്ങളിൽ സാത്താന്യ മതത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരുത്തിക്കോണം. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം. ഞാൻ പറഞ്ഞു പോയത് ഇന്ന് രാത്രി ഞാനിത് ഒന്നുകൂടെ കാര്യമായി മനസ്സിലാക്കിയപ്പോൾ എനിക്കിത് ഞാൻ ചില സ്ഥലങ്ങളിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഒന്നുകൂടി അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് പറയുന്നത്, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈറ്റുനോവിൻ്റെ ആരംഭമാണ് എതിർ ക്രിസ്തുവിൻ്റെ ഭരണാരംഭം. അത് എന്തുകൊണ്ട് സാധാരണ മതത്തിലും വലിയ ഉദ്രവമായി തരുന്നില്ല എന്നുള്ളതിൻ്റെ ഞാൻ പറയാം. അന്ന് അതിനെ അതിജീവിക്കാനുള്ള അധികാരം ദൈവം തരുന്നുണ്ട്. അവരെ കൊല്ലാൻ കഴിയത്തില്ല, അവർക്ക് ഉദ്രവിക്കാൻ കഴിയത്തില്ല. അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് കൊല്ലുന്നതുകൊണ്ട് സാത്താനിക മൗദ്രവത്തിൽ ശത്രുവിന് ഉപദ്രവിക്കാൻ കഴിയത്തില്ല. പക്ഷെ അവൻ ചെയ്യുന്നത് ദുരുപദേശം പടച്ചു വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മുക്കിക്കളയാൻ വേണ്ടിയാണ്, സ്ത്രീയെ മുക്കിക്കളയാനേ ശ്രമിക്കുള്ളൂ. കാരണം ഉപദ്രവിക്കാൻ പറ്റത്തില്ല. 3.5 വർഷക്കാലം സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ അന്നേരം തന്നെ അടിയിടിയും ഒന്നും ഉണ്ടാകത്തില്ല. ആ സമയത്ത് സമാധാനത്തിൻ്റെ ഒരു രീതിയായിരിക്കും എതിർ ക്രിസ്തുവിടെ കൂടെ പ്രവർത്തിക്കുന്നത്. സാത്താനിക മഹോദ്രവം എന്ന് പറയുമ്പോഴും മഹോദ്രവം വന്നിട്ടുണ്ടെങ്കിലും വളരെ ക്ലവറായിട്ടുള്ള, കണ്ണിങ് ആയിട്ടുള്ള, തന്ത്രപരമായിട്ടുള്ള പൈശാചികൻ വന്ന് അന്ന് ഉപദ്രവിക്കാൻ തുടങ്ങിയാൽ പിന്നെ ആരും അവന് വോട്ട് ചെയ്യത്തില്ലല്ലോ. അപ്പോൾ ഇവനിവിടെ വാഗ്ദാനങ്ങൾ, പ്രലോഭനങ്ങൾ കൊടുക്കുന്നതാണ് 3.5 വർഷം. ആ സമയത്താണ് അവൻ്റെ വായിൽ നിന്ന് ദുരുപദേശം ഒഴുക്കിക്കളഞ്ഞ് അനേകരെ വശീകരിച്ച് അവൻ്റെ കൂട്ടത്തിൽ കൂട്ടും. അങ്ങനെയാണ് എതിർ ക്രിസ്തുവിൻ്റെ സിംഹാസനമിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 3.5 വർഷം ഇവിടെ കൊല്ലും കൊലയും ഈ പറയുന്ന രീതി നടക്കത്തില്ല. എന്നാൽ എതിർ ക്രിസ്തുവിൻ്റെ ഭരണം ആരംഭിക്കും. ഇപ്പം ഉപദ്രവം കൊണ്ടുണ്ട്. എങ്ങനെ ഉപദ്രവം? എന്താണ്? സത്യം പറയുന്നവർക്കെതിരെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവർക്ക് പ്രത്യേക അധികാരമുള്ളത് കൊണ്ട് അവരെ കൊല്ലാൻ കഴിയത്തില്ല. അന്ന് ഇവരൊരു ഈ ദൈവത്തിൻ്റെ സാക്ഷികളും സുവിശേഷത്തിൻ്റെ സാക്ഷികളും യഹൂദന്മാരാം അന്ന് ദൈവത്തിൽ നിൽക്കുന്നവരും മറ്റവർക്ക് തലവേദനയായിരിക്കും. കാരണം ഇവിടെ അന്ന് ഉപദ്രവിക്കാൻ കഴിയും. ഇന്ന് നമുക്ക് അതിനുള്ള അധികാരം നിന്നിട്ടില്ല. നമ്മുടെ വായിന്ന് തീയെന്ന് പുറപ്പെട്ട് ഒന്നും ചെയ്യത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ സഭ എടുക്കപ്പെട്ട് കൃപായുഗം തീർന്നു കഴിഞ്ഞാൽ പിന്നീട് അന്ന് ഉപദ്രവിക്കാൻ വരുമ്പോൾ അന്ന് നിൽക്കാനുള്ള വരം പ്രത്യേകം നൽകും കേട്ടോ. അതുകൊണ്ട് അത് വിചാരിക്കരുത്, ആ വരം പ്രാപിച്ച് ഇവിടെ നിൽക്കാമെന്ന് വിചാരിക്കരുത്. അന്ന് ദൈവം തരുന്ന പ്രൊട്ടക്ഷനാണത്. കാരണം സാത്താൻ 3.5 വർഷക്കാലം അവന് ഒന്നും ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് അവരെ കൊന്നു കളയുമ്പോൾ, 2 സാക്ഷികളെ കൊന്നു കഴിയുമ്പോൾ സന്തോഷം. അതേക്കുറിച്ച് നമ്മൾ പഠിക്കും, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക. ഇപ്പോൾ ഇവിടെ വേദന വരും മുമ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് നോവ് കിട്ടുമ്പോൾ നമുക്ക് ഈറ്റു നോവാണ്. എതിർ ക്രിസ്തു വരെ വന്നിട്ടില്ല. അപ്പം എതിർ ക്രിസ്തുവിൻ്റെ ഭരണം കഴിഞ്ഞിട്ട് പ്രസവ വേദന എന്ന് പറയുന്നത് എതിർ ക്രിസ്തുവിൻ്റെ ഭരണാവസാനത്തിന് ശേഷമായിട്ടുണ്ടാകുന്ന വലിയ കഷ്ടതയുടെ കാലമുണ്ട്. അതിനെയാണ് പ്രസവ വേദന എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് മത്തായി സുവിശേഷം 24-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ലോകാരംഭം മുതൽ ഇന്ന് വരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടമൊന്നുണ്ടാകും. ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. വൃതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം 3.5 വർഷം സാത്താനിക മഹോദ്രവവും 3.5 വർഷം എതിർ ക്രിസ്തുവിൻ്റെ ഭരണമാണ്. അത് മാറ്റത്തില്ല. എന്നാൽ അത് ഈറ്റുനോവിൻ്റെ ഇപ്പം സാത്താനിക മഹോദ്രവത്തിൽ അന്നത്തെ വിശുദ്ധന്മാരെ ഇവർക്ക് കൊല്ലാൻ കഴിയത്തില്ല, അവർക്ക് ഉപദ്രവം ചെയ്യാൻ കഴിയത്തില്ല. കാരണം അവർക്ക് അധികാരമുണ്ട്. അവിടെ വായിൽ നിന്ന് തീ പുറപ്പെട്ടവരെ ദഹിപ്പിച്ച് കളയും. അവിടെ ഒരെണ്ണം പോലും അടുക്കത്തില്ല, പേടിയാ, ഭയത്തോടെ നിൽക്കും. അന്ന് ദുരുപദേശം അയച്ചിട്ട് അനേകരെ വശീകരിച്ച് അവൻ്റെ സാമ്രാജ്യത്വം ശക്തിപ്പെടുത്തും. അവൻ പ്രലോഭനങ്ങൾ അനേകരെ വീഴ്ച കളയും. അങ്ങനെയാണ്
ക്രിസ്തു ഭരണത്തിൽ ആരംഭിക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് അന്ന് സാക്ഷികളായി നിൽക്കുന്നവരെ കൊന്നുകളയുകയാണ്. അന്നാണ് ഈറ്റുനോവ് ഉണ്ടാകുന്നത്. ഈറ്റുനോവ് ഇത് ഈറ്റുനോവിൻ്റെ ആരംഭം അത്രേ അന്നാണ് സംഭവിക്കുന്നത്. ഇന്നാരെങ്കിലും ഇവിടെ ജയിലിട്ടെന്നോ ഇന്നാരോ ഉപദ്രവിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഈറ്റുനോവിൻ്റെ ആരംഭമാണെന്ന് പഠിപ്പിച്ചേക്കരുതേ. അതൊന്നും ആയിട്ടില്ല. ഇത് സംഭവിക്കണമെങ്കിൽ സഭ എടുക്കപ്പെടണം, പരിശുദ്ധാത്മാവ് എടുക്കപ്പെടണം, സാത്താനിക മഹോദരം ഉണ്ടാകണം. അതിനുശേഷം എതിർക്രിസ്തു പഠനത്തെ ആരംഭത്തിലാണ് തുടങ്ങുന്നത്. പിന്നീട് പ്രസവവേദന എന്നുള്ളത് വലിയ മഹാകഷ്ടതയുടെ കാലമാണ്. ആ നാളുകളെ ദൈവം ചുരുക്കും. അതേപോലെ ദാനിയേൽ പ്രവചനത്തിൽ ഞാൻ പഠിപ്പിച്ചത് നിങ്ങൾ ഓർക്കുമായിരിക്കും. ദാനിയേൽ പ്രവചനത്തിൻ്റെ ക്ലാസ് യൂട്യൂബിൽ കിടപ്പുണ്ട്, നിങ്ങൾ കേട്ടാൽ മതി. അത് എന്താണെന്ന് 30 ദിവസത്തിന് 45 ദിവസത്തിന് ഇടയ്ക്ക്, ഞാൻ 30-75 ദിവസം ഇടയ്ക്ക്, 1 മാസത്തിനും 2.5 മാസത്തിനും ഇടയിലുള്ള ഒരു പീരീഡാണ് ഇത്. ചുരുങ്ങിയത് 1 മാസവും കൂടിയാൽ 75 ദിവസവും 2.5 മാസവുമായിരിക്കും ഈ എതിർക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ അവസാനവും കർത്താവിൻ്റെ മഹത്വ പ്രതിഷ്ഠയും തമ്മിലുള്ള വ്യത്യാസം. ഈ ദിവസം ഇത് ചുരുക്കാം. 2.5 മാസം എന്നുള്ളത് ദൈവത്തിന് ചുരുക്കാം, പക്ഷേ 1 മാസത്തിൽ കുറഞ്ഞത് പോകത്തില്ല. അപ്പോൾ മിനിമം 1 മാസവും മാക്സിമം 2.5 മാസമായിരിക്കും. അതേക്കുറിച്ച് ദാനിയേൽ പ്രവചനത്തിൻ്റെ പ്രവചനമെടുത്ത് ഞാനത് തെളിയിച്ചിട്ടുണ്ട്. അത് മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം ഞാൻ പിന്നീട് എടുക്കാം. നമുക്ക് കഥാമഹത്വ പ്രത്യക്ഷത്തെക്കുറിച്ച് പറയാം. ഞാൻ മനസ്സിലാക്കുന്നത് പ്രസവവേദന എന്താണ്. പ്രസവവേദന എന്നുള്ളത് മഹാകഷ്ടതയുടെ കാലമാണ്. അത് എന്നാണ് ലോകാരം മുതൽ ഇന്ന് വരെയും ആ നാളുകളെ ദൈവം ചുരുക്കും എന്ന് പറഞ്ഞാൽ 1 മാസം എന്നുള്ളത് മിനിമമാണ്. അത് 1 മാസം ഉണ്ടായിരിക്കും. 31, 32, 35 എന്നുള്ളത് എപ്പോഴാണെന്ന് അറിയത്തില്ല. പക്ഷെ മാക്സിമം 2.5 മാസം വരെയാണ് പറയുന്നത്. ദാനിയേൽ പ്രവചിച്ചു വെച്ചിട്ടുണ്ട്. 1995 ദിവസം, 1335 വരെ ദിവസം വരെ കാത്തിരുന്ന മനുഷ്യൻ ഭാഗ്യമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ആ കാലത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് കിടപ്പുണ്ട്. നമുക്ക് ദൈവം വെച്ചാൽ പഠിക്കാം. ഇന്ന് രാത്രിയിൽ ഞാനിത് പറഞ്ഞു പോയത് ഈ ഈറ്റുനോവ് എന്നുള്ളത് ഇപ്പോഴത്തെ അല്ല, ഇപ്പോഴൊന്നും സംഭവിച്ചിട്ടില്ല. ദൈവത്തെ ഓർത്ത് എന്തെങ്കിലും ചെറിയ സംഭവം വരുമ്പോഴേ വെളിപ്പാട് ദിവസത്തിലെ കാര്യമാണ് നടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കരുത്. അതെടുത്ത് വെച്ചാലും വ്യാഖ്യാനിക്കരുത്. അത് നടക്കത്തില്ല. അത് നടക്കണമെങ്കിൽ സഭ പരിശുദ്ധമായി എടുക്കപ്പെടണം എന്നുള്ളത് ഞാൻ വിനയപൂർവ്വം ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. അതിൻ്റെ നാന്ദിയായിട്ടുള്ള സൂചനകൾ പലപ്പോഴും ഭൂകമ്പങ്ങൾ ഉണ്ടാകാറുണ്ട്, ക്ഷാമം ഉണ്ടാകുന്നുണ്ട്, ജാതിയോട് എതിർക്കും, ഇതെല്ലാം ഉണ്ടാകും. പക്ഷേ ഇതൊന്നും അല്ല പരിശുദ്ധാത്മാവ് സഭ എടുക്കും. മഹോദ്രവം കഴിഞ്ഞിട്ട് എതിർക്കുന്ന സഭ സമയത്തുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന വലിയ പ്രശ്നങ്ങളായിരിക്കും. അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കും, കൊല്ലും. അതുവരെയും നമ്മളെ അന്ന് ശിക്ഷിക്കുന്നവരെ കൊല്ലാൻ കഴിയത്തില്ല. കൊല്ലുകയും ചെയ്യും. എൻ്റെ നാമം സകല ജാതികൾ നിങ്ങളെ പകയ്ക്കും. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. അധർമ്മം പെരുകുന്നുണ്ട്, അനേക സ്നേഹം തണുത്തു പോകുന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് എതിർക്രിസ്തുവിൻ്റെ ഭരണത്തിലാണെന്ന് അനേകരെ കൊല്ലിക്കും. പക്ഷേ എന്നാൽ അന്ന് ഒരു വലിയ കൂട്ടം ജനം ദൈവത്തിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി രക്തസാക്ഷികളാകും. ഇപ്പോൾ 7-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവർ കുരുത്തോല പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മഹാപുരുഷാരത്തെ അവർ മഹാകഷ്ടത്തിന് വന്നവർ പറയുകയാണ്. അപ്പോൾ ആ കഷ്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷമായി വരുന്നത് വലിയ പ്രസവവേദനയാണ്. ആ സമയത്താണ് ആ ഇസ്രായേലിനുള്ള ബന്ധത്തിൽ അവർ ഞെരുങ്ങി വല്ലാതെ ഭാരപ്പെട്ട് ദൈവത്തിൻ്റെ മുഖത്തേക്ക് അവർ നോക്കുന്നത്. ആ ദിവസത്തെ ചുരുക്കി കർത്താവ് രക്ഷകനായി വരുന്നതാണ് 2ാമത്തെ വരവ്. അപ്പോൾ ദൈവത്തിൻ്റെ സഭ, മണവാട്ടി സഭ, ആദിജാതന്മാരുടെ സഭ സാത്താനിക മഹത്വത്തിലൂടെയോ എതിർക്രിസ്തുവിൻ്റെ ഭരണമാകുന്ന ഈറ്റുനോവിലൂടെയോ ലോകാവസാനത്തിന് അന്ത്യനാളുകൾ നടക്കുന്ന പ്രസവവേദനയിലൂടെ കടന്നു പോകുന്നില്ല എന്ന് വെളിപ്പെടുത്താനാണ് ഇവിടെ ഇത് രേഖപ്പെടുത്തിയത്. നോവ് കിട്ടും മുമ്പേ അവളൊരു ആൺകുട്ടിയെ പ്രസവിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മണവാട്ടി സഭ എടുക്കപ്പെടുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി വചനത്തിൽ വെളിപ്പെടുത്തിയതുകൊണ്ട് രാത്രി ഞാൻ വിശ്വസിക്കുന്നു കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷതയെക്കുറിച്ചുള്ള സംശയങ്ങൾ നിരവധി ഭാഗങ്ങൾ മാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വെളിപ്പാട് ദിവസം 12-ാം അധ്യായം അതിൻ്റെ 7 മുതലുള്ള വാക്യം, അപ്പോൾ എൻ്റെ 6-ാം വാക്യം വായിക്കാം. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയ ഒരു സ്ഥലം അവൾക്കുണ്ട്. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അപ്പോൾ ഈ സ്ത്രീ എവിടെയായിരുന്നു? മീതയായിരുന്നു, പരദേശികളുടെ ബന്ധത്തിലായിരുന്നു. പരദേശിയിൽ പിന്നെയും 1-2 സ്വർഗത്തിലുള്ളവരുണ്ട്. പക്ഷേ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. പിന്നെ ഈ പോരാട്ടമുള്ളത് ഭൂമിയിലാണ്. കാരണം സാത്താനും അവൻ്റെ സൈന്യമെല്ലാം ഭൂമി വന്നിരിക്കുക. ദൈവം ഈ സ്ത്രീയെ ഭൂമിയിലേക്ക് അയക്കുകയാണ്. ഭൂമി മരുഭൂമിയായി തീരാൻ കാരണം പരിശുദ്ധാത്മാവ് നദി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഭൂമി, പരിശുദ്ധാത്മാവ് എടുക്കപ്പെട്ട ശേഷമുള്ള ഭൂമിയാണ് മരുഭൂമി എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്ത്രീ
മരുഭൂമിയിലേക്ക് ഓടിപ്പോയി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി ശേഷിച്ചിരിക്കുന്നത് ഈ ഭൂമിയിലാണ്. ഭൂമിയിൽ അവളുടെ ശേഷിപ്പുണ്ട്. അവളുടെ ശേഷിപ്പുള്ളവരാണ്. അതിൻ്റെ 17-ാം വാക്യം, മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന് സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അവൻ കടൽപ്പുറത്തെ മണലിന്മേൽ നിന്നു. അടിസ്ഥാനമില്ലാതെ പണിയപ്പെടുന്ന സുവിശേഷകന്മാരും അടിസ്ഥാനമില്ലാതെ പണിയപ്പെടുന്ന സഭകളും അതിന് ശേഷിപ്പുകൾ മണലിന്മേൽ കാണും. മണലാകുന്ന ഒരുപാട് പേരെ കൂട്ടിച്ചേർത്ത് ഉപദേശമില്ലാതെ പോകുന്ന സഭകൾ, വ്യക്തികൾ ഓർത്തുകൊള്ളുക, സാത്താൻ ലാൻഡ് ചെയ്യാനുള്ള ലാൻഡിംഗ് പ്ലേസ് ആണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പാറമേൽ അടിസ്ഥാനമിട്ട് പണിയുന്നവരായിരിക്കണം സത്യസഭകൾ. കുറച്ചു പേരെ കാണുള്ളായിരിക്കാം, കയ്യിലെണ്ണാവുന്ന വിശ്വാസികൾ മതി, ആയിരങ്ങൾ 10,000 കൂടണ്ട, പക്ഷേ അടിസ്ഥാനമുള്ളതായിരിക്കണം. പറഞ്ഞു, ഒരുവൻ ആഴക്കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിതു. അവൻ ബുദ്ധിയുള്ളവനാണ്. എന്നാൽ മറ്റുള്ളവരോ? ബുദ്ധിമാൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവവചനത്തെ അനുസരിക്കുന്നത്, ഈ വചനത്തെ കണ്ണടച്ച് വിശ്വസിക്കുന്നതിനെയാണ് ബുദ്ധിമാൻ എന്ന് പറയുന്നത്. ദൈവം പറഞ്ഞതിനെ നമ്മൾ അവിശ്വസിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ തന്നിരിക്കുന്ന വചനത്തിൽ ഇരിക്കുന്ന ഒന്നും നമ്മൾ അവിശ്വസിക്കണം, ഇതെല്ലാം നമ്മൾ വിശ്വസിക്കാനുള്ളതാണ്. അതാണ് ബുദ്ധിമാൻ. യഹോവയെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് ദൈവം സ്വർഗ്ഗത്തിൽ നോക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് ദൈവം നോക്കുമ്പോൾ, ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ ദൈവവചനത്തെ അന്വേഷിക്കുന്നവരും ദൈവനീതി അന്വേഷിക്കുന്നവരും സത്യം അന്വേഷിക്കുന്നവരുമാണ്. അങ്ങനെയുള്ളവരൊക്കെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. അവർ ആഴക്കുഴിച്ച് ആ പാറമേൽ അടിസ്ഥാനം വിട്ട് വീട് പണിതു. ഞാൻ മണൽമേലുള്ള ഭാഗം പറഞ്ഞ വഴിയാണ്. ഇപ്പോൾ സമൃദ്ധിയുടെ സുവിശേഷങ്ങളും മറ്റു പലതിൻ്റെ സുവിശേഷങ്ങൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആൾക്കാരെ ആയിരക്കണക്കിന് ഒരുപക്ഷെ കൂട്ടുവാൻ കഴിയുമായിരിക്കും. 1000-ങ്ങളെ 10,000-ങ്ങളെ കൂട്ടുന്നവരല്ല ഈ സുവിശേഷം പറഞ്ഞോട്ടെ, യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചോട്ടെ, അത് കൺവെൻഷൻ കൺവെൻഷനുകളാ, കുഴപ്പമില്ല. പക്ഷേ സഭ എന്നുള്ളത് അടിസ്ഥാനമുള്ളതായിരിക്കണം. അതിന് മാറ്റമുണ്ടാകാൻ പാടില്ല, അത് മാറാൻ പാടില്ല. അതിനകത്ത് എണ്ണം അല്ല വിഷയം, അതിൻ്റെ അകത്ത് നമുക്ക് ഫലമാണ് വിഷയമായിട്ടുള്ളത്. സഭ എന്നുള്ളത് അടിസ്ഥാനപ്പെട്ട് പണിയുന്നതായിരിക്കണം, പാറമേൽ അടിസ്ഥാനമുള്ളതായിരിക്കണം. മണലിന്മേൽ പണിയുന്നത് ആയുധങ്ങളെ കൂട്ടാൻ സാധിക്കും. ബുദ്ധിയില്ലാത്തവരാ, അവരെന്തെങ്കിലുമൊക്കെ കേട്ട് പോകുന്നവരാ. അങ്ങനെയുള്ളവരായിരിക്കരുത് ദൈവമക്കൾ എന്നുള്ളത് നമുക്കിന്ന് രാത്രിയിൽ മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അതുകൊണ്ട് ബുദ്ധിയിൽ ഉള്ളവരും ബുദ്ധിയില്ലാത്തവരെന്നൊക്കെ പറഞ്ഞു വരുന്നത് കർത്താവിൻ്റെ 2ാമത്തെ വരവിന് മുമ്പ് 10 കന്യകമാരെ കുറിച്ച് പറയുന്നുണ്ട്. ബുദ്ധിയുള്ളവർ വിളക്കിൽ എണ്ണ എടുത്തെന്ന് പറയുന്നത് അത് സഭയുടെ ശേഷിപ്പുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന. അപ്പോൾ അന്നും സഭയുടെ ശേഷിപ്പുണ്ട്. ബുദ്ധിയില്ലാത്തവർ അവരുടെ പേരെല്ലാം കാണും, പക്ഷേ അന്ന് വിളക്കിനകത്ത് എണ്ണ കാണുന്നത്. ഇതിപ്പോൾ ഉണ്ടാകുന്നതല്ല കേട്ടോ. 10 കന്യകമാരുടെ വിഷയം നമ്മൾ പഠിക്കും. അത് കർത്താവിൻ്റെ മണവാട്ടി സഭയുടെ എടുക്കപ്പെട്ടുള്ള ബന്ധത്തിലല്ല പറഞ്ഞിരിക്കുന്നത്, കല്യാണ സദ്യയുള്ള ബന്ധത്തിലാണ് പഠിപ്പിക്കുന്നത്. കർത്താവിൻ്റെ 2ാമത്തെ വരവിൽ 25-ാം അധ്യായം പഠിപ്പിക്കും. 24-ാം അധ്യായം ഇപ്പോൾ മത്തായി സുവിശേഷം എടുത്ത് പഠിപ്പിച്ചത് ഈറ്റുനോവ് എന്താണെന്നും പ്രസവവേദന എന്ന് വെളിപ്പെടുത്തുകയാണെങ്കിൽ, ഈ പ്രസവവേദന കഴിഞ്ഞിട്ടുള്ള സമയത്ത് കർത്താവ് വരുമ്പോൾ നടക്കുന്ന സംഭവമാണ് മത്തായി സുവിശേഷം 25-ാം അധ്യായം. മണവാളൻ വരുന്ന ശബ്ദം കേട്ടു, അവർ ഒരുങ്ങിയിരുന്നവർ കല്യാണ സദ്യക്ക് ചെന്നാണ് പറയുന്നത്. ഇനി കല്യാണ സദ്യക്ക് വേണ്ടി പോകാനാ താല്പര്യമെങ്കിൽ ഒരു കുഴപ്പമില്ല, പക്ഷെ അത് അന്ന് ആ സമയത്ത് ജീവിച്ചിരിക്കണം. ഇന്ന് മരിച്ചു പോകുന്ന ആർക്കും തന്നെ നമുക്ക് മണവാട്ടിയാണെങ്കിൽ കന്യകമാട് ബന്ധപ്പെടുന്നതാണെങ്കിൽ വരാൻ പറ്റും, അതിൽ പങ്കെടുക്കാൻ സാധിക്കും. പക്ഷേ ഭൂമിയിൽ നിന്ന് ചേരുന്നത് അത് അന്ന് ജീവനോട്ടിരിക്കുന്ന കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ട ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞിരിക്കുന്ന കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഭൂമിയിലാണ് നടക്കുന്ന കല്യാണ സദ്യ. അതേക്കുറിച്ചാണ് 10 കന്യകമാട് പറഞ്ഞിരിക്കുന്നത്. ഞാനത് ഹിൻ്റായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ബുദ്ധിമാൻ എന്താണെന്നുള്ള അന്നത്തെ കാലത്തുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. അത് അടിസ്ഥാനമില്ലാതെ സമൂഹ പണിയപ്പെടും. അതിൻ്റെയൊക്കെ ലക്ഷണങ്ങളാണ് കണ്ടു തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ആൾക്കാർ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒഴുകിക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അനുഗ്രഹത്തിൻ്റെ കവിഞ്ഞൊഴുക്കെന്നൊക്കെ പറഞ്ഞു പോകുമ്പോഴും നമുക്ക് ഇച്ചിരി ഭൗതിക അനുഗ്രഹം കുറഞ്ഞാലും നമ്മുടെ തലമേൽ നമ്മുടെ വസ്ത്രം എപ്പോഴും വെണ്മയായിരിക്കണം. നമ്മുടെ തലയിൽ എണ്ണ കുറഞ്ഞു പോകാതിരിക്കണം. നമ്മുടെ വസ്ത്രം എപ്പോഴും വെണ്മയായിരിക്കണം. തലയിൽ എണ്ണ കുറയാനും പാടില്ല. അഭിഷേകമുള്ളവരായി വിശുദ്ധിയുള്ളവരായി വിശുദ്ധിയെ തികച്ചുകൊണ്ട് കർത്താവിന് വരെ വേണ്ടി നാം ഒരുക്കപ്പെടണം. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധി നഷ്ടപ്പെടുത്തി ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന നാം വിശുദ്ധിയുള്ളവരാണ്. ആ വിശുദ്ധി വർദ്ധിച്ചു വരുവാൻ, വിശുദ്ധിയെ തികയ്ക്കുവാൻ, വിശ്വാസം തികയ്ക്കുവാൻ, ഓട്ടം തികയ്ക്കുവാൻ ഇന്ന് രാത്രി ദൈവാത്മാവ് പ്രേരണ നൽകുകയാണ്. നാം വിശ്വാസം തികയ്ക്കണം,
ഓട്ടം തികയ്ക്കണം. അത് വിശുദ്ധിയെ തികയ്ക്കണം. അങ്ങനെ തികവിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഓട്ടം തികയ്ക്കണം, വിശ്വാസം തികയ്ക്കണം, അതുപോലെ തന്നെ നാം വിശുദ്ധിയെ തികയ്ക്കണം. അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തി നമ്മളിൽ എണ്ണ കുറഞ്ഞു പോകാതെ അഭിഷേകമുള്ളവരായി, പ്രത്യാശയുള്ളവരായി കർത്താവരോട് ഒരുക്കപ്പെടുവാൻ ദിവസങ്ങളിൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മരുഭൂമി എന്ന് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭൂമിയാണ് കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവിടേക്കാണ് പിന്നീട് സ്ത്രീ എന്നുള്ള വിഷയത്തെ കാണുന്നത് ഭൂമിയിലാണ്. കാരണം മരിച്ചുപോയ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ ഒന്നാം സ്വർഗത്തിലും രണ്ടാം സ്വർഗത്തിലും അവിടെ വിശ്രമിക്കുന്നുണ്ട്. എന്നാൽ പിന്നീടുള്ള പോരാട്ടം മുഴുവനും ഭൂമിയിലായതുകൊണ്ട് ഇവിടെ ഭൂമിയിൽ ശേഷിച്ചിരിക്കുന്ന, അവളുടെ സന്തതിയിൽ ശേഷിപ്പെട്ടിരിക്കുന്ന ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന് സാക്ഷ്യമുള്ളവരുമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. അവൻ യുദ്ധം ചെയ്യുന്നത്, ആദ്യം ചെയ്യുന്നത് മണലിന്മേൽ നിന്നുകൊണ്ട് അടിസ്ഥാനമില്ലാതെ പണിതിരിക്കുന്ന സഭകളുടെ എല്ലാം നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് അവൻ ഇവിടെ പ്രസംഗിക്കാൻ തുടങ്ങും. അവൻ ദുരുപദേശം അഴിച്ചുവിടാൻ തുടങ്ങും. ഇതേ വചനം വേറൊരു രീതിയിൽ പ്രസംഗിക്കാൻ തുടങ്ങും. അതിനെല്ലാം മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യും. അവൻ അങ്ങനെ പ്രസംഗിച്ചാണ് എതിർ ക്രിസ്തുവാന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെടുമ്പോൾ യഹൂദന് പോലും തെറ്റിപ്പോകുന്നത്. ഇന്ന് പ്രസംഗിച്ചാൽ മനസ്സിലാകണമെങ്കിൽ ദൈവകൃപ വേണം. അന്ന് സാത്താൻ ഒരുക്കുന്ന പ്ലാറ്റ്ഫോം ഒരുക്കി എതിർ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുമ്പോൾ അവനെ സ്വീകരിപ്പാൻ ഒരുപാട് പേര് കാണും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, ഞാൻ സ്വന്തം നാമത്തിൽ വന്നില്ല, പിതാവിൻ്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല. എന്നാൽ മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വരും, അവനെ നിങ്ങൾ എന്ത് ചെയ്യും? സ്വീകരിക്കും എന്ന് പറഞ്ഞു കർത്താവ് പറഞ്ഞു. യോഹന്നാൻ സുവിശേഷത്തിൽ പറഞ്ഞു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ തള്ളിക്കളഞ്ഞു, ഞാൻ പിതാവിൻ്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ തള്ളിക്കളഞ്ഞു. എന്നാൽ ഒരുവൻ സ്വന്തം നാമത്തിൽ വരും എന്ന് പറഞ്ഞാൽ എതിർ ക്രിസ്തു സ്വന്തം നാമത്തിൽ അവൻ വെളിപ്പെടും. അവനിൽ അനേകര് ആകർഷിക്കപ്പെടും, ചേരും. അവനോട് ചേരാത്തവരെ അവൻ കൊന്നുകളയും. അന്ന് മുതലാണ് രക്തസാക്ഷി തലചേദിക്കപ്പെടുന്ന എണ്ണമുണ്ടാകുന്നത്. അതേക്കുറിച്ച് നമ്മൾ ദൈവം പിന്നീട് ചിന്തിക്കും. ഇന്ന് ഈ ഭാഗം മരുഭൂമി എന്താണെന്ന് മനസ്സിലായല്ലോ. 1260 ദിവസം എന്ന് പറയുന്നത് 3.5 വർഷമാണ്. 1220 ഡിവൈഡ് ബൈ 30 എന്ന് പറയുമ്പോൾ 42 മാസം. ഇനി അതേക്കുറിച്ച് കണക്ക് പിന്നെ നമ്മൾ പറയുമ്പോൾ ഇതിനെ പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. 1260 ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ട്, 42 മാസം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരാണ്ടും അതേക്കുറിച്ച് കാലവും അരക്കാലവും എന്ന് പറഞ്ഞ ഇരുകാലവും ഒരു കാലവും അരക്കാലവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 3.5 വർഷത്തെക്കുറിച്ച് പറഞ്ഞു. 3.5 വർഷമാണ് സാധാരണ ഉപദ്രവം. ആ സമയത്ത് സ്ത്രീ ഈ ഭൂമിയിലായിരിക്കും. അത് ഇത്രയുമാണ് നമുക്ക് മനസ്സിലായപ്പോൾ ഒരുപാട് പേർക്കുണ്ടായ സംശയങ്ങൾ മാറ്റപ്പെടുവാൻ ഈ വചനം പഠിപ്പിക്കുന്ന സാധിക്കും. സഭ എടുക്കപ്പെട്ടാൽ എവിടെയെന്നുള്ളതിൻ്റെ തെളിവ് ലഭിച്ചു. സഭ മകോത്സവത്തിന് മുമ്പും എതിർ ക്രിസ്തുവിൻ്റെ മരണത്തിന് മുമ്പും എടുക്കപ്പെടുമെന്നുള്ളതിൻ്റെ തെളിവ് നമുക്ക് ലഭിച്ചു. സകല ജാതിയിലെ ഒരാൺകുട്ടി ആരാണെന്നുള്ളത് ആദ്യമാരുടെ സഭയാണെന്നും ക്രിസ്തുവോട് ചേരാനുള്ളവരാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ ഈ സംശയം ഉണ്ടാകത്തില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സഭ മഹോത്സവത്തിലൂടെ പോകുമോ, എതിർ ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ പോകുമോ ചോദിച്ചാൽ ഇല്ല എന്ന് നാം പറയണം. കാരണം ഒന്നാമത്തെ പുനരുത്ഥാനം 20-ാം അധ്യായത്തിലാണ്. തലചേദിക്കപ്പെടുന്നവരുടെ പുനരുത്ഥാനമാണ്. ആ പുനരുത്ഥാനമല്ല കർത്താവിൻ്റെ മധ്യാകാശവരവിൽ നടക്കുന്നത്. മരിച്ചുകൊണ്ടിരുന്ന പുനരുത്ഥാനം നമ്മൾ പഠിച്ചിരുന്നു, മനസ്സിലാക്കി. വല്ലവിധേനയും മരിച്ചുകൊണ്ടിരുന്ന പുനരുത്ഥാനമാണ്. അത് ആലങ്കാരികമായി വെളിപ്പെടുത്തിയിരിക്കുന്നു. സ്ത്രീ ഒരാൺകുട്ടിയെ പ്രസവിച്ചു, പെട്ടെന്ന് സ്വർഗസിംഹാസനം എടുക്കപ്പെടുന്നുള്ളത് മരിച്ചുകൊണ്ടിരുന്ന പുനരുത്ഥാനം ആൺകുട്ടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിനെ കാണിക്കുന്നു. രാത്രിയിൽ സംശയങ്ങൾ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ദൈവമക്കൾ സംശയമുള്ളവരായി തീരാതെ ദൈവവചനത്തിൻ്റെ സത്യം മനസ്സിലാക്കി മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എന്തൊക്കെയാണ് സംശയങ്ങൾ മാറി എന്നുള്ളത് ഒന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാം. ആൺകുട്ടി എന്നുള്ളത് സ്വർഗത്തിൽ പേരിക്കുന്ന ആദിയാദന്മാരുടെ സഭയാണ്, മണവാട്ടി സഭയാണെന്നുള്ളത് വചനത്താൽ തെളിയിക്കപ്പെട്ടു. അത് മകോത്സവത്തിന് മുമ്പും വേദന നോവ് കിട്ടും മുമ്പും വേദനയ്ക്ക് മുമ്പും, അഥവാ എതിർ ക്രിസ്തുവിൻ്റെ ഭരണാരംഭത്തിനും അവസാനത്തിനും ലോകാവസാനത്തെ അന്ത്യനാളിലേക്ക് വരുന്നതിന് മുമ്പായി, സാത്താനിക മതത്തിന് മുമ്പായി ദൈവസഭ എടുക്കപ്പെടുമെന്നുള്ളതും നാം മനസ്സിലാക്കി. സഭ എടുക്കപ്പെടുന്നത് മധ്യാകാശത്തിലെ മണിയറയിലേക്കല്ല, കുഞ്ഞാടിൻ്റെ സിംഹാസനത്തിലേക്കാണെന്നുള്ളതും നാം മനസ്സിലാക്കി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ അതിനുശേഷമായി സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി എന്നുള്ളത് പരിശുദ്ധാത്മാവ് ഇവിടുന്ന് ഭൂമി എടുക്കപ്പെട്ടതുകൊണ്ട് ഭൂമി മരുഭൂമിയായി മാറുന്നു. അതിനെയാണ് മരുഭൂമി എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അവിടെയാണ് പിന്നീട് സാത്താനും അവൻ്റെ ദൂതന്മാരും അവൻ്റെ ശക്തികളും പോരാടുന്നത്. അതോടുള്ള ബന്ധത്തിലാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്നാൽ അതിനു മുമ്പായി അവനെ തള്ളി താഴെയിടുന്നതിനെക്കുറിച്ച് ഉള്ള ഭാഗം പറഞ്ഞപ്പം സ്ത്രീയുടെ കാര്യം, സ്ത്രീ ആൺകുട്ടിയെ പ്രസവിച്ചു, ഭൂമിയിലേക്ക് അവൾ എന്ന് പറഞ്ഞാൽ ആലങ്കാരികമായി അവിടുത്തെ പ്രവൃത്തി തീർന്നു. പിന്നീട് ഈ സ്ത്രീ വെളിപ്പെടുന്നത് ഭൂമിയിലാണ്. എന്നാൽ ആ സമയത്ത് കഥാന്റെ മധ്യാകാശ സമയത്ത് നടക്കുന്നത് മധ്യാകാശ യുദ്ധത്തെക്കുറിച്ച്
നമുക്ക് ദൈവം വെച്ചാൽ അടുത്ത ആഴ്ച ചിന്തിക്കാം. അത് വെളിപ്പാട് പുസ്തകം 7 മുതലുള്ള വാക്യങ്ങളാണ്. അത് നമുക്ക് വേഗത്തിൽ പഠിക്കാൻ സാധിക്കും. ഇത്രയും മനസ്സിലാക്കിയെങ്കിൽ വെളിപ്പാട് പുസ്തകം 12 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചെങ്കിൽ ബാക്കിയുള്ള വിഷയങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും. ദൈവം ഇത് ഒരു ഓർഡറിലാണ് പഠിക്കുന്നത്. മനസ്സിലാകുന്ന രീതിയിലാണ് ദൈവാത്മാവ് വെളിപ്പെടുത്തരുന്നത്. രാത്രിയിൽ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി സത്യത്തിനായി സ്തോത്രം ചെയ്യാം. കർത്താവ് വരവ് താമസമാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് കൂടാമല്ല. കർത്താവ് വരികയാണെങ്കിൽ പലവിധേനയും നമുക്കും അവൻ്റെ കൂടെ ചേരുവാൻ ആ അധികാരമുള്ള പദവിയുള്ള ആ ശ്രേഷ്ഠമേറിയ പദവിയിലേക്ക് നമ്മളെത്തണ്ടേ. നമ്മളതിന് യോഗ്യരായി തീരണ്ടേ. കറാച്ചുളുക്കും വാട്ടം മാലിന്യം എന്നിവില്ലാതാകാൻ കർത്താവ് നമ്മളെ കക്ഷത്തിലൂടെ കടത്തിവിട്ട് നമ്മെ ഒരുക്കിയെടുക്കുമ്പോൾ ദിവസങ്ങളിൽ നാം എതിര് പറയാതെ ദൈവത്തിൻ്റെ വിശ്വസ്തകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവാണ് കർത്താവേ, നിന്റെ കൃപ എനിക്ക് മതി, നിന്റെ കൃപ എനിക്ക് മതി. കർത്താവ് പറഞ്ഞു, നിന്റെ ബലഹീനതകളിൽ എൻ്റെ കൃപ നിനക്ക് മതി. നിന്റെ ബലഹീനതയിൽ എൻ്റെ ശക്തി തികഞ്ഞു വരും. നമുക്ക് ആ ശക്തിയാണ് ആവശ്യം. നമ്മുടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ ബലഹീനതപ്പെടുത്തുന്നത് ശക്തി തികഞ്ഞു വരാൻ വേണ്ടിയാ, നമ്മെ ഒരുക്കിയെടുക്കാൻ വേണ്ടിയാ. അതുകൊണ്ട് ആരും പിറുപിറുത്തു പോകരുത്, പരാജയപ്പെട്ടു പോകരുത്, നിരാശരായി പോകരുത്, പിന്മാറിപ്പോകരുത്. ഈ യാത്രയിൽ മുന്നേറാം. ദൈവം നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ആ സ്വർഗസിംഹാസനത്തിലെത്തുവോളം നമുക്ക് മുന്നേറുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകും. പരിശുദ്ധാത്മാവ് തുണ നിൽക്കും. പിതാവാം ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന കർത്താവ് നമുക്ക് വേണ്ടി അഭയാചന കഴിക്കുന്നു. ആ കർത്താവിൻ്റെ കരങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലും നമ്മെ സമർപ്പിച്ചുകൊണ്ട് അവൻ്റെ കൃപയ്ക്കുള്ളിൽ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹത്തിനുള്ളിൽ ദൈവമായ കർത്താവ് എല്ലാവരെയും സൂക്ഷിക്കട്ടെ. ദൈവം വെച്ചാൽ വീണ്ടും കാണാം. അതുവരെയും ദൈവത്തിന് വിരിക്കപ്പെട്ട ചെറിയിൽ നമ്മളെ മറയ്ക്കട്ടെ. സന്തോഷ വാർത്തകൾ കേൾക്കുവാൻ, അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ, ദൈവിക പ്രത്യാശയായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൂത് കൈമാറിക്കൊണ്ട് വചനത്തെ വിരാമപ്പെടുന്നു. കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.